പ്രൈസ് ദി ലോർഡ്. കരങ്ങൾ ഉയർത്തി നമ്മുടെ കർത്താവിനെ ഒരിക്കൽ കൂടി സ്തുതിച്ചാട്ടെല്ലാവരും കൂടെ. ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദിയോടെ ഞാനും സ്തോത്രം ചെയ്യുന്നു. വളരെ അനുഗ്രഹീതമായ ഈ ആത്മീക കൂട്ടായ്മയിൽ അനുഗ്രഹിക്കപ്പെട്ട സന്ധ്യയിൽ നിങ്ങളെ ദൈവത്തിൻ്റെ വചനം കൊണ്ട് ശുശ്രൂഷിപ്പാൻ തക്കവണ്ണം സ്വർഗസ്ഥനായ ദൈവം എനിക്ക് ഒരിക്കൽ കൂടെ ഭൂമിയുടെ മുകളിൽ ഇങ്ങനെ സുന്ദരമായ ഒരു സാവകാശം ഒരുക്കി തന്നതിനായി നന്ദിയുള്ള ഹൃദയത്തോടെ ഞാൻ കർത്താവിന് നിങ്ങളുടെ നടുവിൽ നിന്ന് സ്തുതിയും മഹത്വവും അർപ്പിക്കുന്നതോടൊപ്പം തന്നെ ഇങ്ങനെ ബൃഹത്തായ ഒരു ക്രമീകരണത്തിൽ ഇവിടെ ഒരു മീറ്റിംഗ് ക്രമീകരിച്ചപ്പോൾ ഒരിക്കൽ കൂടി എന്നെ ഓർത്തതിനും സഹകരിക്കത്തക്ക രീതിയിൽ എന്നെ ക്ഷണിച്ചതിനും ഇവിടുത്തെ ഈ സഭയോട്, വിശേഷിയാൽ സീനിയർ പാസ്റ്ററായിരിക്കുന്ന പ്രിയ സാം പാസ്റ്ററോട്, ക്രിസ്തുവിൽ എൻ്റെ പ്രിയ സഹോദരൻ ഇവിടുത്തെ പാസ്റ്ററായിരിക്കുന്ന പാസ്റ്റർ പ്രസാദിനോട്, സഭാ അംഗങ്ങളോട് എനിക്കുള്ള അഗൈതവുമായ കൃതജ്ഞതയും നന്ദിയും ഈ ആമുഖ സമയത്ത് രേഖപ്പെടുത്തുന്നു. വേദിയിലായിരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരന്മാർ, ഇവിടെ ദൈവവചനം കേൾക്കാൻ വേണ്ടി വന്നിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാർ, നിങ്ങളെല്ലാവരെയും സ്വർഗസ്ഥനായ ദൈവത്തിൻ്റെ സകല അനുഗ്രഹത്താലും ദൈവം നിറയ്ക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. വളരെ പ്രാർത്ഥനയോടെ, വിശേഷിയാൽ ആമുഖവാക്കുകളിൽ വളരെ ചുരുങ്ങിയ സമയത്താണെങ്കിലും ദൈവികമായിരിക്കുന്ന ഒരു ആത്മീക പ്രകാശനം പരിശുദ്ധാത്മാവ് കർത്താവിൻ്റെ ദാസിൽ കൂടെ പങ്കുവച്ചു. ഗ്രഹിച്ച ദൈവത്തിൻ്റെ മക്കൾ ദൈവസന്നിധാനത്തിൽ വളരെ ഉറപ്പും ധൈര്യവുമുള്ളവരായി. നമുക്കറിയാം, നമ്മുടെ കർത്താവ് ഒരിക്കലും പരാജയങ്ങൾ ഉണ്ടാക്കുന്നവനല്ല, അവൻ വിജയത്തിൻ്റെ വാതിൽ തുറക്കുന്ന ദൈവമാണ്. നഷ്ടക്കച്ചവടം ദൈവത്തിൻ്റെ പക്കലില്ല. എല്ലാ നഷ്ടങ്ങളെയും ലാഭമാക്കി തീർക്കാൻ കഴിവുള്ളവനാണ് നമ്മുടെ കർത്താവ്. ദൈവത്തിൻ്റെ കയ്യിൽ പല വഴികളുണ്ട്, ദൈവത്തിൻ്റെ മെത്തേഡുകൾ പല വിധത്തിലാണ്. അതിനെ ആക്സെപ്റ്റ് ചെയ്യാൻ, അതിനെ ഉൾക്കൊള്ളാനുള്ള കൃപ നമുക്കെല്ലാവർക്കും ഏത് വിധത്തിലും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ സന്നിധാനത്തിലായിരിക്കുമ്പോൾ തുടർന്നുള്ള സമയം പരിശുദ്ധാത്മാവിൽ നിങ്ങളോട് ദൈവത്തിൻ്റെ ദൂത് പങ്കുവെക്കാൻ വേണ്ടി കർത്താവ് ശരണപ്പെടുകയാണ്. സന്തോഷമുള്ള ഹൃദയത്തോടെ ഒരിക്കൽ കൂടി കരമുയർത്തി സ്തോത്രം ചെയ്യാമോ? വേദപുസ്തകത്തിൽ നമുക്കറിയാം, ഇങ്ങനെയുള്ള യോഗങ്ങളിൽ നമ്മൾ പ്രധാനമായും പ്രതീക്ഷിക്കുന്നത് ആത്മീകരായിരിക്കുന്ന ആളുകൾ, എൻ്റെ മുമ്പിലിരിക്കുന്ന പ്രിയപ്പെട്ടവരെല്ലാം നീണ്ട നാളുകളായി ദൈവത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ക്രമീകരിക്കുന്ന മീറ്റിങ്ങുകളിൽ സംഘാടകരായാലും വന്നുകൂടുന്ന ജനമാണെങ്കിലും ഒരു മനുഷ്യൻ്റെ പ്രവൃത്തി അല്ലല്ലോ പ്രതീക്ഷിക്കുന്നത്. വിശുദ്ധ ബൈബിളിൽ നമ്മൾ കാണുന്നുണ്ട് ദൈവപ്രവൃത്തികൾ അല്ലെങ്കിൽ വീര്യപ്രവൃത്തികൾ. ദൈവമായ കർത്താവ് ജനത്തിനു വേണ്ടി ചെയ്യുന്ന അസാധാരണമായ പ്രവൃത്തികളുടെ ഒരു വലിയ പട്ടിക തന്നെ വിശുദ്ധ ബൈബിളിൽ കാണാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. ഞാൻ ഉറപ്പിച്ചു പറയാം, പ്രതീക്ഷയോടെ ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ ഇങ്ങനെയുള്ള മീറ്റിങ്ങിൽ വന്ന് പങ്കെടുക്കുമ്പോൾ ഇവിടെ നടക്കുന്നത് മനുഷ്യൻ്റെ പ്രവൃത്തിയല്ല, സ്വർഗത്തിലെ ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. എന്താണ് ദൈവത്തിൻ്റെ പ്രവൃത്തികളെന്ന് ചോദിച്ചാൽ ആദ്യം പറഞ്ഞ പോലെ ഒരു വലിയ വിശദീകരണം തരേണ്ടി വരും. ഞാനൊരു വാക്ക് കർത്തൃദാസൻ വചനം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ മധ്യത്തിൽ എൻ്റെ ഹൃദയത്തിലേക്ക് ഓടി വന്നു. അതൊന്ന് പറഞ്ഞിട്ട് ഞാൻ കുറിവാക്യം വായിച്ചുകൊണ്ട് സവിസ്തരമായി എൻ്റെ സമയത്തിനുള്ളിൽ ദൈവവചനം പറയാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. ദൈവമായ കർത്താവ് മനുഷ്യനോടുള്ള ബന്ധത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് പറയുന്ന ഒരുപാട് വാക്കുകളുണ്ട്. ഒരു വാക്യം ഞാൻ നിങ്ങളുടെ ഓർമ്മയിൽപ്പെടുത്താം, വായിക്കണമെന്നില്ല. യെശയ്യാ പ്രവചനം 43:7 ആ വാക്യത്തിൻ്റെ ആദ്യത്തെ 2 ഭാഗങ്ങൾ കഴിയുമ്പോൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്: എൻ്റെ മഹത്വത്തിനായി സൃഷ്ടിച്ച് ഉണ്ടാക്കി നിർമ്മിച്ചിരിക്കുന്ന എല്ലാവരെയും എൻ്റെ അടുക്കലേക്ക് കൂട്ടുവീൻ. ഞാൻ അതിനകത്തെ വാക്കുകൾ ഒന്നോടെ സ്ഫുടമായി പറയാം. മനുഷ്യൻ്റെ കാര്യം പറയുന്നത്, മനുഷ്യനെ ദൈവമായ കർത്താവ് സൃഷ്ടിച്ചത് എന്തിനാണെന്ന് ചോദിച്ചാൽ അവിടെ ഒറ്റ വാക്കിൽ യെശയ്യാവ് പറയുന്നുണ്ട്, അത് വേറൊന്നിനുമല്ല, ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ടാണ് സൃഷ്ടിച്ചത്. ഇന്നിവിടെ ഇരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വിടുതലിന് വേണ്ടി ഒറ്റ വാക്ക് ഞാൻ ആമുഖത്തിൽ പറയാം. നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ഇന്ന് രാത്രി യോഗം തീരുന്നത് വരെയല്ല, നിങ്ങളുടെ ആയുസ് തീരുന്നവരെ പറഞ്ഞുകൊണ്ടിരിക്കണം, എത്ര പ്രതിസന്ധി നേരിട്ടാലും എന്നെ എൻ്റെ ദൈവം സൃഷ്ടിച്ചത് അപമാനത്തിനല്ല, ദൈവത്തിൻ്റെ മഹത്വത്തിനാണ്. സ്വർഗസ്ഥനായ ദൈവം നിങ്ങൾക്ക് ദൈവവേലയ്ക്ക് വിളി തന്നിട്ടുണ്ടെങ്കിൽ ദൈവം വിളിച്ചത് നിങ്ങളെ പരസ്യസ്ഥലത്ത് അപമാനിക്കാനല്ല, എൻ്റെ ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടിയാ സ്വർഗം എനിക്കൊരു ജീവിതം തന്നത്. എൻ്റെ ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടിയാ ദൈവമായ കർത്താവ് എനിക്കൊരു വിളി തന്നത്. എനിക്കൊരു കുടുംബം തന്നെങ്കിൽ, 2 കുഞ്ഞുങ്ങളെ തന്നെങ്കിൽ, എനിക്ക് എന്ത് തന്നാലും അതിൻ്റെ പുറകിൽ സർവശക്തനായ ദൈവത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം എൻ്റെ ദൈവത്തിന് മഹത്വം ഉണ്ടാകണം. അപ്പോൾ സ്തോത്രം, പോരാട്ടം കിടക്കുന്നത് ദൈവത്തിന് മഹത്വം ഉണ്ടാകേണ്ട മേഖലകളിൽ മഹത്വം വരാതിരിക്കാൻ നോക്കുന്ന ഒരു നിഗൂഢ ശക്തി പുറകിൽ കിടക്കുന്നുണ്ട്. ഇന്ന് രാത്രി നിങ്ങൾ എൻ്റെ കൂടെ ഒപ്പം ആത്മാവിൽ നിൽക്കാൻ കഴിയുമെങ്കിൽ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം ഞാൻ കേട്ടിട്ട് പറയാം. നിന്നെക്കൊണ്ട് മഹത്വം വെളിപ്പെടുത്താത്ത നിലവാരത്തിൽ അടച്ചു വയ്ക്കുന്ന അന്ധകാര മേഖലകളെ ഈ രാത്രിയിലെ വചനത്തിൻ്റെ വാള് ദൈവം ഊരിയെടുക്കുമ്പോൾ നിൻ്റെ കുടുംബത്തിലാണെങ്കിലും ജീവിതത്തിൻ്റെ ഏത് മേഖലയിലാണെങ്കിലും ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ പോലെ നിൽക്കുന്ന സകല പ്രതിസന്ധികളെയും ഇന്ന് രാത്രി സർവശക്തനായ ദൈവം തുടച്ചു മാറ്റി അവൻ്റെ മഹത്വം വെളിപ്പെടുത്തുമെന്ന് പരിശുദ്ധാത്മാവിൽ ഞാൻ
പറഞ്ഞാൽ അത് കുടുംബത്തിനകത്ത് സംഭവിക്കുമെന്ന് വിശ്വസിക്കാൻ എത്ര മാതാപിതാക്കൾ തയ്യാറാകും? സഹോദരി സഹോദരങ്ങൾ തയ്യാറാകും? അവർ ഒരുമിച്ച് ശക്തിയോടെ പറ, എന്നെ ദൈവമാക്കി വെച്ചത് മഹത്വത്തിനാണ്. മഹത്വത്തിന് വേണ്ടി 3 കാര്യങ്ങൾ അവിടെ പറഞ്ഞത് മലയാളത്തിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: സൃഷ്ടിച്ച്, ഉണ്ടാക്കി, നിർമ്മിച്ച് ഇരിക്കുന്നവർ. 3 ക്രിയേഷൻ അല്ലെങ്കിൽ 3 പദങ്ങൾ ദൈവത്തിൻ്റെ പ്രവൃത്തിയോടുള്ള ബന്ധത്തിലുണ്ട്. സ്തോത്രം. ഇംഗ്ലീഷിലെ ചില വേർഷനുകൾ നോക്കിയാൽ ഒരുപക്ഷെ നമ്മൾ ചിലർക്കെങ്കിലും സുപരിചിതമായിരിക്കുന്ന 3 വാക്കുകളായിരിക്കും. സ്തോത്രം. അതിങ്ങനെയാണ്: മെയ്ക്ക്, മേഡ്, മോർഫ്. 3 വാക്കുകൾ. ഉണ്ടാക്കുക, നിർമ്മിക്കുക, സൃഷ്ടിക്കുക എന്നുള്ളതിന് 3 വാക്കുകൾ. എല്ലാ വേർഷനിലും ഒരുപോലെ ആയിരിക്കണമെന്നില്ല. വേദപുസ്തകം നിരന്തരമായി വ്യത്യസ്തമായിരിക്കുന്ന ഭാഷകളും വേർഷനുകളും പരിശോധിക്കുന്നവർക്ക് ആ വാക്കുകളെ അറിയാം. ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുക മാത്രമല്ല, സ്തോത്രം, അവനെ മെയ്ഡ് ചെയ്യുക മാത്രമല്ല, അത് കഴിഞ്ഞ് പിന്നെയും അവനെ മേക്ക് ചെയ്യുകയും മോർഫ് ചെയ്യുകയും ചെയ്യും. ഇച്ചിരി വിശദീകരിക്കാം ഞാൻ. ഇങ്ങനെയുള്ള യോഗത്തിൽ എന്ത് സംഭവിക്കാം? ഇന്ന് രാത്രിക്കാലം ഇവിടെ ഇരിക്കുമ്പോൾ ഒരുപക്ഷെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു ഭാരത്തെക്കുറിച്ച് ഒരു ആശ്വാസവാക്ക് തരിക മാത്രമല്ല, അതൊരു പക്ഷേ ഇതിനകത്തുണ്ടായേക്കാം. പക്ഷെ നിങ്ങൾ പ്രതീക്ഷയോടുകൂടെ ഇരിക്കുന്നതെങ്കിൽ ഇതിനകത്തൊരു മോൾഡിങ് ദൈവം നടത്തും. സ്തോത്രം. ഹല്ലേലൂയ. വയസ്സ് 56 കാണും, 28 കാണും, 43 കാണും. 43 വയസ്സുവരെയും നടക്കാത്ത ചില കാര്യങ്ങൾ സർവശക്തനായ ദൈവം തൻ്റെ വചനം അയച്ച്, പരിശുദ്ധാത്മാവിനെ അയച്ച് ഇതിനകത്ത് ചിലരെ മേക്ക് ചെയ്ത്, ഇതിനകത്ത് ചിലരെ മോർഫ് ചെയ്ത് സ്വർഗം ഇന്ന് രാത്രി പന്തലിന് കീഴേ നിന്ന് വീട്ടിൽ പറഞ്ഞു വിടുമെന്ന് ആത്മാവിൽ ഞാൻ വിളിച്ചു പറഞ്ഞാൽ സംഭവിക്കണമെന്ന് പരിശുദ്ധാത്മ നിയോഗപ്രകാരം വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ഗ്ലോറി ടു ജീസസ്. ഹല്ലേലൂയ. ആത്മാവ് ഇന്ന് രാത്രി നമ്മോട് പറയുന്നു, നിങ്ങളുടെ ആത്മാവിൽ പറയാൻ എന്നെ പ്രേരിപ്പിക്കുന്നു, ഈ രാത്രി ഒരു മോർഫിംഗ് ദൈവം ഇവിടെ നടത്തണം. കുറച്ച് അർത്ഥം എന്താ? കമ്പ്യൂട്ടറുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ആളുകൾക്ക്, ടെക്നോളജിക്കായിട്ട് ഒരുമാതിരി ഐഡിയ ഉള്ള ആളുകൾക്ക് ആ വാക്ക് സുപരിചിതമായ ഒരു ന്യൂ ജനറേഷൻ വേർഡായിരിക്കാം ഒരുപക്ഷെ. എങ്കിലും ആ വാക്കിൻ്റെ സ്തോത്രം സാധുഗുണം ഞാൻ പറയാം. സ്തോത്രം. പുതിയ നിയമത്തിൽ ആ ഭാഗത്ത് കൊടുത്തിരിക്കുന്നൊരു വാക്ക് ഇങ്ങനെയുണ്ട്. കർത്താവായ യേശു തൻ്റെ പരസ്യ ശുശ്രൂഷകളിൽ പറഞ്ഞിരിക്കുന്നൊരു വാക്കാണ്. ശിഷ്യഗണത്തോട് ഒരു ദിവസം പറഞ്ഞ വാക്ക്. ആ വാക്ക് ഇങ്ങനെയാണ്: വയലിലെ താമരയെ നോക്കുവീൻ, ശലോമോൻ പോലും ഇങ്ങനെ ചമഞ്ഞിരുന്നില്ല. അടുത്ത വാക്ക്: അല്പവിശ്വാസികളെ, ഇന്ന് കണ്ട് നാളെ വാടിപ്പോകുന്ന ഈ പുല്ലിനെ ഇങ്ങനെ ചമയിക്കുന്നെങ്കിൽ നിങ്ങളെ എത്ര അധികം. അവിടെ ആവർത്തിച്ചു വരുന്നൊരു വാക്കുണ്ട്, ചമയിക്കുക. സ്തോത്രം. ഹല്ലേലൂയ. അതിൻ്റെ മൂലഭാഷ പ്രയോഗത്തിൽ നിന്ന് നേരിട്ടടർത്തിയെടുത്താൽ കിട്ടുന്നൊരു വാക്കാണ്. ദൈവമായ കർത്താവ് ജനിച്ചതൊരു കൊച്ചു വീട്ടിലാണെങ്കിലും, ശാപം കയറി തകർന്നു കിടക്കുന്ന സ്ഥലത്താണെങ്കിലും, സ്തോത്രം, ഒരു ചെടി നട്ടാൽ പോലും മുളയ്ക്കാത്ത മണ്ണിലാണെങ്കിലും അതിനകത്തിട്ട് നിന്നെ ചമയിക്കാൻ കഴിയുന്നൊരു ദൈവമാണ് ഞാൻ ഇന്ന് രാത്രി ഉയർത്തി കാണിക്കുന്ന സർവശക്തനായ ദൈവമെന്ന് ഞാൻ ആത്മാവിൽ പറഞ്ഞാൽ എത്ര പേർക്ക് ഈ രാത്രിക്കാലം എന്തെങ്കിലും ഒരു സംഭവം കേൾക്കുകയല്ല, ഞങ്ങളെ ഒന്ന് ചമയിക്കണമെന്ന് എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? സ്വർഗം ഈ രാത്രി നമ്മോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ദൈവം ചിലരെ ഇതിനകത്ത് ശരിക്കും മോർഫ് ചെയ്യാൻ തുടങ്ങുകയാണ്. ചിലരെ ഇതിനകത്ത് ദൈവമായ കർത്താവ് മോൾഡ് ചെയ്യാൻ തുടങ്ങുകയാണ്. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ആത്മാവ് ചെയ്യാനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കി വെക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഈ രാത്രി ദൈവം അത് വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. നിന്നെ ഞാൻ സ്തോത്രം ജനിച്ചതുപോലെ പറഞ്ഞു വിടുകയല്ല, വന്നതുപോലെ പറഞ്ഞു വിടുകയല്ല. ഇതിനകത്ത് ദൈവത്തിൻ്റെ ക്രിയേഷനുകൾ ഈ ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുമ്പോൾ സംഭവിക്കണം. ദൈവത്തിൻ്റെ വിടുതലുകൾ ദൂരത്തിലേക്ക് സ്വർഗത്തിലെ ദൈവം അയക്കണം. അയച്ച വചനങ്ങൾ പ്രയോജനപ്പെടുവാൻ ദൈവമായ കർത്താവ് ഇടയാക്കണം. അത് സംഭവിക്കണമെന്ന് ദൈവാത്മാവിൽ വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ മക്കൾ ഈ രാത്രി ഒരല്പസമയം അധരങ്ങൾ തുറന്ന് ആത്മശക്തിയോടെ പറയണം, ഇന്ന് രാത്രികാലം കർത്താവേ, നിന്റെ ബലമുള്ള കരങ്ങളിൽ നീ എന്നെ ഒന്ന് മേക്ക് ചെയ്ത്, എന്നെ ഒന്ന് മോർഫ് ചെയ്ത് മടക്കി അയക്കണമെന്ന്. സ്തോത്രം. ഹല്ലേലൂയ. 20 സ്തോത്രം വെള്ളിക്കാശിന് വിറ്റ് കളഞ്ഞ സഹോദരന്മാർ തള്ളിക്കളഞ്ഞതാ യോസേപ്പിനെ. അവർ വിചാരിച്ചു ഇനി ഒരിക്കലും ഒരാട്ടിടയൻ്റെ കുടുംബത്തിൽ ജനിച്ച ഈ സ്തോത്രം ചെറുപ്പക്കാരനെ വിറ്റപ്പോൾ അതിനപ്പുറത്തേക്ക് ഒന്നുമില്ലെന്ന് വിചാരിച്ച. പക്ഷേ മിസ്രൈമിലിട്ട് ദൈവം യോസേഫിനെ മോർഫ് ചെയ്തു. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. വർഷങ്ങൾക്ക് ശേഷം സഹോദരന്മാർ കാണുമ്പോൾ പഴയ യോസേഫിനെ അല്ല കണ്ടത്. അവർക്ക് പിടികിട്ടാത്ത നിലവാരത്തിൽ ദൈവം അവൻ്റെ രൂപം മാറ്റിക്കളഞ്ഞു.
ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ പറയാം, എന്തൊക്കെ ചെയ്തിട്ടും മാറാത്ത ചില വിഷയങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് തൻ്റെ ശക്തി അയച്ച്, തൻ്റെ വചനം അയച്ച്, കൃപ അയച്ച് പോരാ. വിശ്വസിക്കാൻ നിങ്ങൾ തയ്യാറായാൽ ഒരല്പസമയത്തേക്ക് സന്തോഷത്തോടെ ആത്മാവിൽ സ്തോത്രം ചെയ്യുക. അത് നിങ്ങൾക്ക് ഗ്രഹിക്കാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ ഇന്ന് രാത്രി പറയാൻ പോകുന്ന ദൂതിൻ്റെ ആഴങ്ങൾ എത്ര കനത്തോടെ മനസ്സിലാക്കാൻ കഴിയത്തുള്ളൂ. ചതഞ്ഞ വിഷയങ്ങൾ, ഉടഞ്ഞ വിഷയങ്ങൾ, തകർന്ന വിഷയങ്ങൾ, അതിനെ മുഴുവൻ ദൈവമായ കർത്താവ് ഇന്ന് രാത്രി ഒരല്പസമയം കൊണ്ട് പണിതെടുക്കട്ടെ. കണ്ണടയ്ക്കാൻ നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണുകളും അടച്ചിട്ട് നിങ്ങളുടെ വീട്ടിൽ സ്വർഗത്തിന് ഇന്ന് രാത്രികാലം സ്തോത്രം അവൻ്റെ മഹത്വത്തിന് വേണ്ടി വാർത്തെടുക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ നിങ്ങൾ ആത്മാവിൽ ദൈവത്തിന് ചൂണ്ടിക്കാണിക്കുക. പറ, കർത്താവെ, ഞാൻ ഇവിടെ ഇരുന്ന് വചനം കേൾക്കുമ്പോൾ എൻ്റെ ലക്ഷ്യം ഇന്ന് രാത്രി ദൈവം എൻ്റെ കുടുംബത്തിൽ ഇന്നാരെ സ്തോത്രം നിൻ്റെ മക്കളെ കെട്ടിച്ചയച്ച വീട്ടിൽ, അവരുടെ ദേശത്ത്, അവരായിരിക്കുന്ന മണ്ഡലത്തിൽ ഇന്ന് രാത്രി സർവശക്തനായ ദൈവത്തിൻ്റെ ഒരു വലിയ കരചലനം ദൈവാത്മാവിനാൽ സംഭവിക്കണമെന്ന് പരിശുദ്ധാത്മാവിൽ വിശ്വസിക്കുന്നവർ അധരങ്ങൾ പൂട്ടിവെക്കാതെ അധരങ്ങൾ തുറന്നൊരൽപ്പസമയം കൂടി പ്രാർത്ഥിക്കുക. ഇത് വെള്ളത്തിൽ വരച്ച വര പോലെ യാഗത്തിൽ നിന്ന് വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ മക്കൾ ഒരുമിച്ച് ശക്തമായി പറ, ഇന്ന് രാത്രി അവൻ്റെ കൃപ നമ്മുടെ കൂട്ടായ്മയ്ക്കകത്ത് നടക്കും. ഒരു വലിയ കൺവെൻഷൻ മീറ്റിങ്ങിൻ്റെ മൂഡിലൊന്നും മസിൽ പിടിച്ച് ആരും ഇരിക്കണ്ട. നമ്മുടെ കൊച്ചൊരു മീറ്റിങ്ങിനകത്ത് സ്വർഗം ഇന്ന് രാത്രി ചില കാര്യങ്ങൾ ചെയ്യും. അവൻ ഈ രാത്രി കുശവൻ കളിമണ്ണിനോട് ചെയ്തതുപോലെ ചില കാര്യങ്ങൾ ചെയ്യുമെന്ന് വിശ്വസിക്കുമ്പോൾ അതിന് നിറവേറലുകൾ സംഭവിക്കുവാൻ ആത്മാവിൽ ഒരുങ്ങുന്നവർ കണ്ണടച്ച് പ്രാർത്ഥിച്ചു. ദൈവം അത് ചെയ്യട്ടെ. പരിശുദ്ധനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല ഈ രാത്രിക്കായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. മനോഹരമായിരിക്കുന്ന രാത്രികാലം ഞങ്ങൾ ഒരുമിച്ച് കർത്താവിൻ്റെ സന്നിധാനത്തിൽ ദൈവത്തിൻ്റെ മക്കൾ ഒരുക്കി വെച്ചിരിക്കുന്ന ഈ നല്ല ക്രമീകരണത്തിൻ്റെ കീഴെ സ്വർഗസ്ഥനായ ദൈവത്തെ മഹത്വപ്പെടുത്തി സ്തുതിക്കേണ്ടതിനും അങ്ങേ പുകഴ്ത്തേണ്ടതിനുമായി കർത്താവിൻ്റെ സന്നിധാനത്തിൽ ഒരുമിച്ച് വരുന്നു. ദൈവമേ, ഇന്ന് രാത്രി വചനത്തിലേക്ക് ഞങ്ങൾ കടക്കുന്ന സമയത്ത് സ്വർഗീയമായിരിക്കുന്ന ദൂതും ദൈവത്തിൻ്റെ ആലോചനകളും ഞങ്ങൾക്ക് തന്ന് അനുഗ്രഹിക്കണമേ. ആമുഖ വാക്കിൽ ദൈവം പറഞ്ഞതുപോലെ ചിലരെ കർത്താവ് ഈ രാത്രി യോഗത്തിനകത്തിട്ട് ശരിക്കും മോൾഡ് ചെയ്യണം. കർത്താവേ, ദൈവത്തിൻ്റെ കൈ കൊണ്ടത് ചെയ്യണം. ചില അമ്മമാർ ചിലരെ ചൂണ്ടിക്കാണിക്കുന്ന ദൈവം കാണുന്നല്ലോ, അവരെ ഒന്ന് മോർഫ് ചെയ്യണം. സ്വർഗം അങ്ങനെ ചെയ്യാൻ പോകുന്നതിനായി സ്തോത്രം. ദൈവത്തിലെ കുടുംബങ്ങൾക്കകത്ത് പ്രവർത്തിക്കാൻ പോകുന്നതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, കേൾക്കണമേ സ്വർഗീയ പിതാവേ. വിശ്വസിക്കുന്നവർ ശബ്ദം ഉയർത്തി ഒരിക്കൽ കൂടി സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം. ഒരു വാക്യം അപ്പോസ്തല പ്രവൃത്തി എന്ന് വായിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ ചിന്തിക്കാൻ ആഗ്രഹിക്കുക. വളരെ സന്തോഷത്തോടെ, വളരെ പ്രതീക്ഷയോടെ, ഒരു മൂകതയും ഇതിനകത്ത് അവസരം കൊടുക്കാതെ പ്രതീക്ഷയോടെ നിങ്ങളായിരിക്കണമെന്ന് അതിവിനീതമായിട്ട് ഓർപ്പിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 9-ാം അധ്യായം 37-ാമത്തെ വാക്യം ദയവായിട്ടൊന്ന് വായിച്ചാട്ടെ. 9:37 പെട്ടെന്ന് വായിച്ചാട്ടെ. 9:37 അപ്പോസ്തല പ്രവൃത്തി. ആ കാലത്ത് അവൾ ദീനം പിടിച്ചു മരിച്ചു. അവർ അവളെ കുളിപ്പിച്ചൊരു മാളിക മുറിയിൽ. പരസ്യമായ ഒരു മീറ്റിങ്ങിനകത്ത് വായിക്കാൻ കൊള്ളാവുന്നൊരു വാക്യമാണെന്ന് പെട്ടെന്നൊരു പക്ഷെ തോന്നിയേക്കാം. എങ്കിലും ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് രാത്രികാലം ഈ വാക്യത്തെ എൻ്റെ ഹൃദയത്തിനകത്ത് വളരെ ശക്തമായ ചില കാര്യങ്ങൾ ദൈവത്തിൻ്റെ ആലോചന പറയേണ്ടതിനായിട്ട് ഒരു ആധാരവാക്യമായിട്ട് വായിക്കുക. ഇതിനെ ചുറ്റിപ്പറ്റി കുറേ കാര്യങ്ങൾ രാത്രി ആത്മാവിൽ പറഞ്ഞ് തക്ക സമയത്തുള്ളിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. വളരെ സന്തോഷത്തോടെ ഒരു ആത്മാവിൻ്റെ ഒഴുക്കിന് നിങ്ങൾ എൻ്റെ കൂടെ ഒരു ടീം വർക്കായി നിൽക്കുന്ന പക്ഷം ഇന്ന് രാത്രി പറയുന്ന ദൂതുകൾ അപ്പോൾ അത് നിറവേറ്റി ദൈവം വെളിപ്പെടുത്താനിടയാകും. സ്തോത്രം. കേൾക്കുക. അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായം. 9-ാം അധ്യായത്തിനകത്ത് വേദശാസ്ത്രിമാരുടെ, എന്നേക്കാൾ ജ്ഞാനികളായിരിക്കുന്ന, എന്നേക്കാൾ ശക്തന്മാരായിരിക്കുന്ന വേദപുസ്തക സ്തോത്രം അധ്യാപകരും വ്യാഖ്യാതാക്കളുമായിരിക്കുന്ന ആളുകളുടെ അഭിപ്രായത്തിൽ വിശുദ്ധ ബൈബിളിലെ തന്നെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു അധ്യായമാണ് 9-ാം അധ്യായം. സ്തോത്രം. ബൈബിളിലെ ഒരു കോറിഡോർ, ഒരു ഇടനാഴി എന്നാണ് ഈ അധ്യായത്തെ വിളിക്കുന്നത്. കാരണം ദൈവസഭയുടെ, പുതിയ നിയമസഭയുടെ ചരിത്രം തന്നെ വഴിത്തിരിവാക്കി മാറ്റുവാൻ സർവശക്തനായ ദൈവം കണ്ടുപിടിച്ച ശക്തനായൊരു മനുഷ്യനാണ് ശൗൽ എന്ന പൗലോസ്. പൗലോസിൻ്റെ ജീവിതത്തിൻ്റെ സ്തോത്രം ശക്തമായ രൂപാന്തരത്തിൻ്റെ ചരിത്രം ആരംഭിക്കുന്ന ഒരു അധ്യായമാണ് 9-ാം അധ്യായം. 9-ാം അധ്യായത്തിനകത്ത് 3 പ്രധാനപ്പെട്ട അത്ഭുതങ്ങളാണുള്ളത്. ഒന്നുകൂടെ ഞാൻ ആവർത്തിച്ച് പറയുന്നു, നിങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടി. അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായത്തിനകത്ത് 3 പ്രധാനപ്പെട്ട അത്ഭുതങ്ങളാണുള്ളത്. ഞാൻ ആ 3 അത്ഭുതങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ വാക്യത്തിനകത്ത് കയറാൻ വേണ്ടി ഒരു എൻട്രി ഉണ്ടാക്കാൻ ആഗ്രഹിക്കുക. ഒന്നാമത്തെ അത്ഭുതം ഞാനിപ്പോൾ പറഞ്ഞു നിർത്തിയതുപോലെ ദൈവസഭയെ മുടിച്ച് നശിപ്പിക്കാൻ വേണ്ടി സ്തോത്രം കച്ചകെട്ടി ഇറങ്ങിയ
ധാർഷ്ട്യക്കാരനായിരിക്കുന്ന ഒരു ശക്തമായ സംഘത്തെ കൂട്ടിച്ചേർത്ത് കൈകൊട്ടി പാട്ടുപാടി ആരാധിക്കുന്ന, ദൈവത്തെ ആത്മനിറവിൽ സേവിക്കുന്ന, സ്തോത്രം, കർത്താവായ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനപ്പെട്ട് ആത്മനിറവിൽ ജീവിക്കുന്ന ആളുകളെ എവിടെ വെച്ച് കണ്ടാലും അവരെ ബന്ധിച്ച് പരസ്യമായി കൊണ്ടുപോയി യെരൂശലേമിൽ വെച്ച് പരസ്യ വിചാരണ നടത്തി കഴിയുമെങ്കിൽ കൂടാതെ പ്രത്യേകമായ മഹാ അധികാരപത്രം കൈകൊണ്ട് ശക്തമായ അടരാടിയ ശൗലിൻ്റെ മാനസാന്തരമാണ് ഈ പുസ്തകത്തിലെ ഒന്നാമത്തെ അത്ഭുതം. ഹല്ലേലൂയ. നിങ്ങൾ മാനസാന്തരം എന്ന അത്ഭുതമാണോ ഈ കാലഘട്ടത്തിൽ അത്ഭുതം? അതിനൊക്കെ വൻപൻ നോക്കിയാൽ പവർ തുടങ്ങിയ ചാനലുകളിൽ മാറി മാറി മിനിറ്റ് പ്രസംഗിച്ചിട്ട് ബാക്കി കാര്യങ്ങൾക്ക് വൻപൻ ഇങ്ങനെയുള്ള വൻപൻ അടുത്ത് ഒരു മാനസാന്തരം എന്നൊക്കെ പറയുന്നത് ഈ കാലഘട്ടത്തിൽ ഒരു അത്ഭുതമാണോ എന്ന് ശങ്കിച്ചേക്കാം. ഞാൻ ഇന്ന് രാത്രി നിങ്ങളോട് പറയാം, സ്തോത്രം, ജീവിതത്തിലെ ഏറ്റവും വലിയ അത്ഭുതം, സ്തോത്രം, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അത്ഭുതം ഒരു യോഗത്തിൽ വന്നിരുന്നതല്ല, ഇവിടെ വന്നപ്പോൾ പാട്ട് പാടിയപ്പോൾ കൈയടിച്ചതല്ല, എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞപ്പോൾ എഴുന്നേറ്റ് നിന്നതല്ല, യോഗം നല്ലതാണെന്ന് കണ്ട് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി എന്തെങ്കിലും കൊടുത്തതല്ല, മറിച്ച് ആയുസ്സിൻ്റെ മധ്യത്തിൽ ദൈവത്തിൻ്റെ വചനം കേട്ടും മാനസാന്തരപ്പെടാൻ സ്തോത്രം മനുഷ്യനെന്ന നിലയ്ക്കൊരു അവസരം കിട്ടിയാൽ ജീവിതത്തെ അടിമുടി മാറ്റുന്ന ഏറ്റവും വലിയ പരിപാടി തുടങ്ങുന്നത് മാനസാന്തരത്തിൽ കൂടെയാണ്. ചരിത്രം തന്നെ മാറ്റുന്നത് മാനസാന്തരത്തിലാണ്. ഇപ്പം ശൗലിൻ്റെ കാര്യം തന്നെ എടുത്ത് നമുക്കറിയാം. ഞാൻ ആദ്യം ഓർപ്പിച്ചതുപോലെ ദൈവസഭയുടെ ചരിത്രം മാറ്റിയത് ഒരു മനുഷ്യൻ്റെ മാനസാന്തരത്തിലാണ്. ഇന്ന് രാത്രി ഞാൻ ആവർത്തിച്ച് പറയാം, സ്തോത്രം, മനസാന്തരം ഇല്ലാതെ 1000 യോഗത്തിൽ പങ്കെടുക്കുന്നതിനേക്കാൾ ഈ രാത്രികാലം കേൾക്കുന്ന വചനത്തിൻ്റെ വെളിച്ചത്തിൽ യോഗം ആശീർവാദം പറയുന്നതിനേക്കാൾ മുമ്പ് ഒന്ന് മനം തിരിയേണ്ട ആവശ്യമുണ്ടെന്ന് ബോധ്യം വന്നാൽ ആ കാര്യത്തിന് വേണ്ടി കർത്തൃസന്നിധിയിൽ ഏറ്റുപറഞ്ഞൊരു മാനസാന്തരത്തിന് തയ്യാറായാൽ ഒരുപക്ഷെ ഇന്ന് രാത്രി ചരിത്രം തന്നെ, കുടുംബത്തിൻ്റെ ചരിത്രം തന്നെ കൂലം കൊത്തി ഒഴുകുന്ന വിഷയങ്ങളെ ബ്ലോക്ക് ചെയ്തുകൊണ്ട് സ്വർഗസ്ഥനായ ദൈവം തന്നെ മഹിമ വെളിപ്പെടുത്തുവാൻ നമ്മുടെ ഭാഗത്ത് നിന്ന് ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ മനസ്സോടെ കർത്താവിൻ്റെ സന്നിധാനത്തിൽ ഒരു മടങ്ങി വരവിന് തയ്യാറായാൽ അതൊരു വലിയ അത്ഭുതമാക്കി മാറ്റാൻ ദൈവം വിശ്വസ്തനായ ദൈവമാണ്. ഒരുപക്ഷെ എനിക്ക് ഈ ഭാഗത്തേക്ക് ഒന്നോടെ വരേണ്ടി വന്നേക്കാം സമയത്തിൻ്റെ ലഭ്യത അനുസരിച്ച്. അതുകൊണ്ട് ഞാൻ ആ ഭാഗത്തുനിന്ന് പെട്ടെന്ന് അടുത്ത കാര്യങ്ങളിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി ആഗ്രഹിക്കുക. രണ്ടാമത്തെ അത്ഭുതം ഈ അധ്യായത്തിൽ പറയപ്പെട്ടിരിക്കുന്നത്, സ്തോത്രം, കുറച്ചുകൂടെ മുന്നോട്ട് വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് 8 വർഷമായിട്ട് സ്തോത്രം ലുദ്ധയിൽ അയനയാസ് എന്ന് പറയുന്ന സ്തോത്രം ഒരാൾ വിശുദ്ധന്മാരുടെ ഇടയിൽ 32ാമത്തെ വാക്യം മുതൽ താഴേക്ക് വായിക്കുമ്പോൾ, വായിക്കേണ്ട, ഞാൻ പറഞ്ഞു വിടാം, ലുദ്ധയിൽ പാർക്കുന്ന വിശുദ്ധന്മാരുടെ അടുക്കൽ ചെന്നു. അവിടെ എവിടെ വിശുദ്ധന്മാർ എന്ന് പറയുമ്പോൾ ആ കാലഘട്ടത്തിൽ ദൈവസഭയ്ക്ക് കർത്താവിൻ്റെ മക്കളായി കൂടി വരുന്ന ആളുകൾക്ക് വിളിക്കുന്ന പേരാണ് ശിഷ്യന്മാർ, വിശുദ്ധന്മാരെന്നല്ല. അപ്പോൾ കർത്താവിനെ ആരാധിക്കുന്ന ആളുകൾ, ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുന്ന ആളുകൾ, അവരുടെ ഇടയിൽ പത്രോസ് അപ്പോസ്തലൻ ചെല്ലുകയാണ്. അങ്ങനെ ചെല്ലുമ്പോൾ അവിടെ കണ്ടൊരു കാഴ്ചയാണ്, 8 വർഷമായി അയനയാസ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ പക്ഷവാതം പിടിച്ച് പാരലൈസായിട്ട് തളർവാദ രോഗിയായി കിടക്കുന്നു. 8 വർഷമായി. ഒരു വാക്കോടെ കിടത്തി പറഞ്ഞെങ്കിലേ അതിൻ്റെ ആഴം മനസ്സിലാക്കാൻ കഴിയത്തുള്ളൂ. ആ കാലഘട്ടം എന്ന് പറഞ്ഞാൽ അത്ഭുതങ്ങളും വിടുതലുകളും ഒക്കെ നടക്കുന്നത് ഒരു എക്സ്ക്ലൂസീവ് വാർത്തയല്ല. എന്ന് പറഞ്ഞാൽ സ്തോത്രം, ഒരാൾ സൗഖ്യമായതോ, ഒരു മുടന്തൻ നടന്നതോ, ഒരു കണ്ണില്ലാത്തവന് കണ്ണുണ്ടായതോ, അതൊന്നും ആ കാലഘട്ടത്തിലെ ഒരു പൊതുവായ സഭായോഗങ്ങളിലല്ല, കർത്താവിൻ്റെ ദാസന്മാർ നടന്നു പോകുമ്പോൾ അവർ പോലും അറിയാതെ അവരുടെ നിഴല് തട്ടിയാൽ രോഗികൾ സൗഖ്യമാകുന്ന കാലമാണ്. നല്ല സ്തോത്രം പറ ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. പിശാചിനോട് പറ, ഇന്ന് രാത്രികാലം എൻ്റെ ജീവിതത്തിൽ സ്തോത്രം ദൈവസ്ഥലിൽ കാത്തിരുന്നാൽ അങ്ങനെ ഒരു കാലം മടക്കി തരാമെന്ന് ദൈവം വാക്ക് പറഞ്ഞിട്ടുണ്ട്. പണ്ടത്തെ പോലൊരു നല്ല കാലം മടങ്ങി വരാൻ വേണ്ടി പ്രാർത്ഥിച്ച ഒരുപാട് വിശുദ്ധന്മാരുണ്ട്. ഒരുപക്ഷെ ഇന്ന് രാത്രി ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ അതിന് നിന്റെ ജീവിതത്തിൽ തുടക്കം കുറിക്കാൻ പദ്ധതി ഉണ്ടാകാം. യേശുവിൻ്റെ നാമത്തിൽ ഹല്ലേലൂയ. ദൈവദാസന്മാർക്ക് ചെന്ന് പറ്റാത്ത സ്ഥലത്ത് അവരുടെ റൂമാൽ അത് മേടിച്ചുകൊണ്ട് പോയി രോഗികളുടെ മേലിട്ടാൽ, കർത്തൃദാസൻ വന്നില്ലെങ്കിലും ആ റൂമാലിട്ടാൽ സൗഖ്യമാകുന്ന കാലമാണെന്ന്. ആ കാലഘട്ടത്തിൽ ഒരു
കൂട്ടായ്മയ്ക്കകത്ത് 8 കൊല്ലമായിട്ട് ഒരു മനുഷ്യൻ സൗഖ്യമാകുന്നില്ലെന്ന് പറഞ്ഞാൽ അതൊരത്ഭുതമല്ലേ? അത്ഭുതങ്ങൾ വഴിയെ ചുമ്മാ നടന്നു പോകുമ്പോൾ സൗഖ്യമാകുന്ന കാലത്ത് ഒരച്ചായൻ 8 കൊല്ലമായിട്ട് സൗഖ്യമാകുന്നില്ല. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. അപ്പം അതിൻ്റെ പുറകിൽ എന്താ സംഭവമില്ലേ? ഇന്ന് രാത്രി അങ്ങനെ ഒരു ആശങ്കയുണ്ടെങ്കിൽ എൻ്റെ പാസ്റ്ററെ പ്രാർത്ഥിച്ചു നോക്കി, സ്തോത്രം, ഉപവസിച്ച് നോക്കി, നിങ്ങളെപ്പോലുള്ള ആളുകൾ കിട്ടാവുന്നതിൻ്റെ പരമാവധി നോക്കി. 8-9 കൊല്ലമായിട്ട് വരുന്നവനൊക്കെ വിടുതലുണ്ടെന്ന് പറയുന്നുണ്ട്, എന്നിട്ടൊന്നും നടക്കുന്നില്ലെന്ന് ഇന്ന് രാത്രി നിങ്ങൾക്ക് ആർക്കെങ്കിലും ആശങ്കയുണ്ടെങ്കിൽ ആ ചോദ്യത്തിനെല്ലാം ഇന്ന് രാത്രി പോകുന്നതിനേക്കാൾ മുമ്പ് നിർണായകമായൊരു മറുപടി കൊണ്ടേ പോകാവൂ. സ്തോത്രം. നമ്മളെ പലരും പറഞ്ഞങ്ങ് രക്ഷപ്പെടുന്നൊരു വാക്കുണ്ട്, പാസ്റ്ററെ എല്ലാറ്റിനൊരു സമയമുണ്ട്, തക്ക സമയത്ത് ദൈവം പ്രവർത്തിക്കും. ഇവിടെ സമയമൊക്കെ കഴിഞ്ഞിട്ട് കാലം എത്രയാണെന്നറിയാമോ? സ്തോത്രം. ഈ മനുഷ്യനെ 8 കൊല്ലം ചതച്ച് കട്ടിലേക്ക് കെട്ടിയിട്ട് ദൈവത്തിന് എന്ത് കിട്ടാനാണ്? ഇനി കാലം വരാൻ നോക്കിയിരിക്കും, വേറെ കട്ടിൽ പണിയാൻ കാത്തിരിക്കുകയാണ് കർത്താവ്. അല്ല, സമയമൊക്കെ പണ്ടേ കഴിഞ്ഞ പിന്നെ നമ്മൾ പറയുന്ന കുറേ ന്യായങ്ങളാണ്. സമയമുണ്ട് പാസ്റ്ററെ, അന്നേരം നടക്കും. സമയമൊക്കെ കഴിഞ്ഞതാ. പിന്നെ കാര്യം ഞാൻ പറയാം, കേട്ടോളണേ. സ്തോത്രം. 8 വർഷമായിട്ട് ഇവൻ്റെ സൗഖ്യം നടക്കുന്നില്ല. പക്ഷെ പത്രോസ് അവിടെ ചെന്നു. അവിടെ ചെന്ന മാത്രയിൽ അവൻ്റെ കയ്യെ പിടിച്ച്, അനനിയാസേ, യേശു നിന്നെ സൗഖ്യമാക്കുന്നു എന്ന് പറഞ്ഞ മാത്രയിൽ ഇവൻ ചാടി എഴുന്നേറ്റു. അപ്പോൾ വേറെ ന്യായം പറഞ്ഞേക്കാം. സ്തോത്രം. പാസ്റ്റർ, നമ്മളൊന്നും പ്രാർത്ഥിച്ചാലേക്കുകയല്ല, പത്രോസ് വരണമായിരുന്നു ഈ കാര്യം നടക്കാൻ. അങ്ങനെ പറഞ്ഞ് രക്ഷപ്പെടുന്നവരുമുണ്ട്. തെക്കേമല ഉണ്ടോയെന്നറിയല്ല, എൻ്റെ കൂടെ വന്നാൽ കാണിച്ചു തരാം. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. ഇതൊന്നും അല്ല വിഷയം. ഞാൻ പറയാം, ഹൃദയം തുറന്ന് കേൾക്കാമെങ്കിൽ, വളരെ സന്തോഷത്തോടെ കേട്ട് ഈ രാത്രി ചിരിച്ചു തള്ളാതെ ഗൗരവത്തോടെ ഏറ്റെടുക്കാമെങ്കിൽ, 8 കൊല്ലം അല്ല 16 കൊല്ലമായിട്ട് കാത്തിരിക്കുന്ന വിഷയത്തിന് ഇന്ന് രാത്രി ദൈവം ഒരു വിടുതലുണ്ടാക്കും. പരിശുദ്ധാത്മാവിൻ്റെ തന്നിരിക്കുന്ന ദൂത് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ഇട്ടുതരികയാണ്. എത്ര വർഷം പഴക്കമുണ്ടെങ്കിലും, 100 കണക്കിന് എക്സ്ക്യൂസുകൾ പറഞ്ഞൊഴിഞ്ഞാതാണെങ്കിലും, ഈ രാത്രികാലം മനസ്സ് നമ്മുടെ ഭാഗത്തുനിന്നുണ്ടെങ്കിൽ സ്വർഗം പറയുന്നു, ചില കാര്യങ്ങളുടെ മേൽ ഇന്ന് രാത്രി അതിനെ കടച്ചിട്ട് ദൈവം വിടുവിക്കണമെന്നാണ് ദൈവത്തിന് താല്പര്യം. അതിനോട് യോജിക്കാൻ പറ്റുമെങ്കിൽ ഈ രാത്രി ആത്മാവിൽ പറ, ഞങ്ങൾ വിതച്ചു കർത്താവേ, കണ്ണുനീരിൽ തറയിൽ കിടന്ന് ഉരുണ്ട് കർത്താവേ, ഉപവസിച്ചിരിക്കുകയല്ലായിരുന്നു, ഉപവസിച്ച് ഞങ്ങൾ നെടുമ്പാട് വീണു. സ്തോത്രം. 8 അല്ല അതിൽ കൂടുതൽ വർഷങ്ങൾ ഞങ്ങൾ മഴയ്ക്കായി കാത്തിരിക്കുന്ന വേഴാമ്പലിനെ പോലെ കാത്തിരുന്നു. എന്നിട്ടും പാർലേസായി കിടക്കുന്നത് പോലെ ഞങ്ങളുടെ ദർശനങ്ങൾ, ഞങ്ങളുടെ വിഷയങ്ങൾ, ഞങ്ങളുടെ ഭാരങ്ങൾ, ഞങ്ങളുടെ ശുശ്രൂഷയുടെ മെയിൻ പാർട്ട് ഇത് മുഴുവൻ ഇന്ന് നിശ്ചലമായി കിടക്കുന്നെങ്കിൽ ഇന്ന് രാത്രികാലം എൻ്റെ ദൈവത്തിന്റെ കരുണ കൊണ്ട്, നിന്റെ ദയ കൊണ്ട് ഏറ്റെടുക്കാൻ, കയറി പിടിക്കാൻ പറ്റുമെങ്കിൽ ഈ രാത്രി എല്ലാ കൃപ ലഭിച്ചവർ കയറി പിടിച്ചോണ്ട് പറയണം, അതിനെ ഇന്ന് രാത്രി ചാലിപ്പിക്കുന്നവൻ അവൻ പത്രോസ് അല്ല, യേശുവാണ്. അധികാരമുള്ള ദൈവത്തിന്റെ നാമം ഇന്ന് രാത്രി വെളിപ്പെടട്ടെ ജനത്തിന്റെ നടുവിൽ. വർഷങ്ങൾ പഴക്കമുണ്ട് മുരടിച്ചും മരവിച്ചും കിടക്കുന്ന സകല കാര്യങ്ങളും, നിന്റെ പേപ്പറിൽ കിടക്കുന്ന സകല വിഷയങ്ങളും ഇന്ന് രാത്രി ദൈവാത്മാവ് പാരഡൈസായി കിടക്കാൻ അനുവദിക്കത്തില്ല. ആമുഖത്തിൽ എനിക്ക് മുമ്പേ ശുശ്രൂഷിച്ച ശക്തനായ ദൈവത്തിന്റെ അഭിഷിക്തൻ പറഞ്ഞ വാക്കുകളുടെ ചുവട് പിടിച്ചോണ്ട് പറയാം, ഇതൊരു തോൽവിയുടെ ലക്ഷണമല്ല, ഇതൊരു പരാജയത്തിന്റെ ലക്ഷണമല്ല. 8 വർഷങ്ങൾ പഴകിയ കണ്ണുനീര്, 8 വർഷങ്ങൾ പഴകിയ ഉപവാസം, അതിനെല്ലാത്തിനും കൂടി ഒറ്റ നിമിഷം കൊണ്ട്, ഒരു വിസിറ്റിംഗ് കൊണ്ട് സ്വർഗം മറുപടി തരുന്ന ദിവസങ്ങൾ. ആത്മാവിൽ പറഞ്ഞുകൊണ്ട് ആരാധിക്ക്. കള്ളപ്പിശാചേ, 16 കൊല്ലങ്ങൾ എന്നെ ബന്ധിച്ചത് 1 സെക്കൻഡ് കൊണ്ട് അഴിക്കുന്നവൻ ഈ രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. 8 വർഷങ്ങൾ എന്നെ കരയിപ്പിച്ചത് 1 സെക്കൻഡ് കൊണ്ട് പൊട്ടിക്കുന്നവൻ ഈ രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. കഴിഞ്ഞ 8 കൊല്ലമായി ഞാനും കുടുംബവും കേട്ട അപവാദങ്ങൾക്കും അപമാനങ്ങൾക്കും 1 നിമിഷം കൊണ്ട് കിരീടമാക്കാൻ ദൈവം എന്നോട് പറയാൻ പറയുന്നു, ഇനി ആ എക്സ്ക്യൂസുകൾ നടക്കില്ല. പിശാചേ, അന്ധകാര ശക്തികൾ നിന്റെ മനസ്സിനെ മുരടിപ്പിക്കാൻ, തൽക്കാലം ആശ്വസിപ്പിക്കാൻ നിന്നോട് പറയാൻ പറഞ്ഞ എക്സ്ക്യൂസുകൾ ഇനി വില പോകത്തില്ല. ഇനി ദൈവം ജയമെടുക്കാൻ പോകാം.
അർദ്ധനാരകക്ഷസി. ആരോടൊക്കെ ആത്മാവ് തിട്ടമായി പറയുന്നു, നിന്റെ വീട്ടിൽ കഴിഞ്ഞ 8 കൊല്ലമായില്ലേ തിട്ടമായ കണക്ക് പറയുന്നു. സ്വത്ര തളർന്നു പോയതുപോലെ രാജകുമാരനെ പോലെ തലയാരുടെ മുമ്പിൽ കുനിക്കാതെ വന്ന നിന്റെ ജീവിതത്തിൽ ആഞ്ഞു കേറിയ വിഷയങ്ങൾ നിമിത്തം നീ പാർലേസായി പോയില്ലെന്നല്ലേ ഉള്ളൂ, പക്ഷെ നാക്കിറങ്ങി പോയതുപോലെ ആയില്ലേ. ആ വിഷയത്തെ ഇന്ന് രാത്രി ഒരാണി ഊരിയെടുക്കുന്നത് പോലെ ഊരിയെടുക്കാൻ കഴിവുള്ള ദൈവം ഈ രാത്രി ഒരു ജയാളിയെ പോലെ നിന്റെ കസേര കരികിൽ നിൽക്കുമ്പോൾ, ഓ രഗനദരിയ അർത്ഥനാരകക്ഷസി, ഓ ഹോറശിഖനി അംദൽ പ്രഭാനവ സഖോരിയ അർത്ഥനക്ഷസി അമനകദാരക ശത്രുനി അർത്ഥ കടകം വൈദവരതിരുകരജലക്ഷസിയ. അഴിയാൻ തുടങ്ങട്ടെ ഒരറ്റം മുതൽ. എന്റെ ദൈവത്തിന്റെ ജീവൻ ഇതിനകത്ത് വ്യാപരിക്കട്ടെ. യോഹന്നാൻ 10:10 പറഞ്ഞു, ആ സമൃദ്ധിയായ ജീവൻ. റോസ് കപാല ബഷികന തുരദി സന്തനക്ഷസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആളുകളുടെ കണ്ണിൽ പൊടിയിടുന്നവൾ ഞാൻ നിങ്ങളുടെ പക്ഷത്ത് നിന്നുകൊണ്ട് തുറന്നു പറയുന്നു, എത്ര നാൾ നമ്മുടെ മക്കളോട് എക്സ്ക്യൂസുകൾ പറഞ്ഞ് രക്ഷപ്പെടാൻ പറ്റും? മോനെ കാത്തിരിക്കും, ദൈവം പ്രവർത്തിക്കും എന്ന് നീ നിൻ്റെ മകനോട് മകളോട് പറയാൻ തുടങ്ങിയിട്ട് കൊല്ലം എത്രയായി? സ്തോത്രം. ഇന്ന് രാത്രി എക്സ്ക്യൂസുകളുടെ മുഴുവൻ എക്സ്പയറിയാണ്. ഈ രാത്രി ദൈവം എന്നോട് പറയുന്നു, ഇനി നിന്റെ മോൻ തിരിച്ചു ചോദിക്കുമ്പോൾ ഡാഡി പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട് മമ്മി പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട് കൊല്ലം എത്രയായി, ഇനി ഇതും പറഞ്ഞു എൻ്റെ മുറിയിലേക്ക് കയറരുതെന്ന് അവൻ പറഞ്ഞില്ലേ, ഇനി ഇതെനിക്ക് കേൾക്കണ്ടെന്ന് പറഞ്ഞ് ചെവിമത്തിയില്ലേ. ഇതിനൊരു പരിഹാരം ഇന്ന് രാത്രി ഉണ്ടാകണമെങ്കിൽ നിങ്ങൾ ദൈവത്തിൻ്റെ പക്ഷത്ത് നിൽക്കണം. ആത്മാവ് ഇന്ന് രാത്രി കർശനമായി നിങ്ങളുടെ നേരെ വിരൽ ചൂണ്ടി പറയുന്നു, നിങ്ങൾ ദൈവത്തിൻ്റെ പക്ഷത്ത് ഉറച്ചു നിൽക്കണം. കർത്താവിനോട് പറയണം, 8 കൊല്ലം പഴക്കമുള്ള എൻ്റെ നീറിപ്പകഞ്ഞ് മറ്റുള്ളവർ കാണാതെ ഞാൻ പൊതിഞ്ഞുകൊണ്ട് നടക്കുന്ന ഈ ഭാരം, അതിനെ ഇന്ന് രാത്രി ജീവിപ്പിക്കണം. അതിനെ ഇന്ന് രാത്രി മറുപടിയാക്കി തരണം. ഇല്ലെങ്കിൽ ഈ രാത്രി ഞാൻ ഈ പന്തലിൽ നിന്ന് പോകത്തില്ല. കർത്താവ് ഈ രാത്രി ഇത് ചെയ്തേ പറ്റൂ. ഇതൊരു സുവർണ സമയമാണ്. ഈ നല്ല ശനിയാഴ്ച രാത്രി അറിയാതെ ചെയ്തു പോയൊരു പോരായ്മയുടെ വേദന നീ ഒറ്റയ്ക്ക് വഹിക്കാൻ തുടങ്ങിയിട്ട് വർഷം എത്രയായി? നിന്റെ മേൽ അടിച്ചേൽപ്പിച്ച കുരിശ് ഇന്ന് രാത്രി റിലീസ് ആകണം. ജീസസ് ഹറബസ് കംദുനിയ റബശോദനചസ്. ജീസസ് 8 വർഷമായിട്ട് അനങ്ങാതെ കിടന്ന വിഷയം. പത്രോസ് വന്നൊരു വാക്ക് പറഞ്ഞ മാത്രമേ അനങ്ങി. ഞാൻ ആ സംഭവം പറയാം, അടുത്ത അത്ഭുതം കൂടി പറഞ്ഞിട്ട് ചേർത്ത് പറയാം. അപ്പോൾ സമയം കുറേ ലാഭിക്കാം. നിശ്ചിത സമയത്തിനുള്ളിൽ നമുക്ക് പരിപാടികൾ ക്രമീകരിച്ച് അവസാനിപ്പിക്കുകയും ചെയ്യണമല്ലോ. എൻ്റെ പേര് സ്തോത്രം. കേട്ടോളണേ. രണ്ടാമത്തെ അത്ഭുതമാണ് വർഷങ്ങൾ പഴക്കമുള്ള ആ വിഷയം, പാരലൈസായ കേസ്. ദൈവമായ കർത്താവ് ഈ അധ്യായത്തിനകത്ത് അത്ഭുതകരമായി വിടുതലാക്കി മാറ്റി. നടക്കത്തില്ലെന്ന് വിചാരിച്ച പ്രാർത്ഥിക്കുന്ന ആളുകൾ, ലുദ്ധയിലെ വിശുദ്ധന്മാർ തള്ളിക്കളഞ്ഞ കേസ്. ഇനി പച്ചാന് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് കഥയില്ല, ബുദ്ധിമുട്ടിക്കാതെ കിടക്കട്ടെ എന്ന നിലവാരത്തിൽ അവരൊരു ഒരു 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 ഓർഡിനറി കേസായി കണ്ടതിനെ ദൈവമായ കർത്താവ് ഗൗരവമായിട്ടെടുത്ത് വിടുവിച്ചു. ഇത് ഈ അധ്യായത്തിലെ രണ്ടാമത്തെ അത്ഭുതമാണ്. ഈ അധ്യായത്തിലെ മൂന്നാമത്തെ അത്ഭുതത്തിൽ നിന്നാണ് നമ്മൾ കുറിവാക്യം വായിച്ചത്. അത് 36-ാമത്തെ വാക്യം മുതൽ ആരംഭിക്കുന്നത്. യോപ്പയിൽ പേടമാൻ എന്നർത്ഥമുള്ള തബീത എന്നു പേരുള്ള ഒരു ശിഷ്യ ഉണ്ടായിരുന്നു. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ക്രിസ്ത്യാനികളെന്നോ ദൈവമക്കളെന്നോ ഇന്ന് കാണുന്ന പോലെ ഡിനോമിനേഷൻ്റെ പേരിലോ മറ്റൊരു പേരിലൊക്കെ അന്നൊന്നും ദൈവമക്കളെ അറിയപ്പെടുന്നില്ല. തുടക്കകാലമല്ലേ. അന്ന് അവരെ വിളിച്ചിരുന്നത് ശിഷ്യന്മാരെന്നാണ്, അല്ലെങ്കിൽ വിശുദ്ധന്മാരെന്നൊക്കെയാണ് വിളിച്ചിരുന്നത്. സ്തോത്രം. അപ്പോൾ ശിഷ്യ എന്ന് പറഞ്ഞാൽ കർത്താവിനെ അനുകരിച്ച് വിശ്വാസത്തിൽ ഇറങ്ങി വന്ന ഒരാൾ. ആ സഹോദരി അകാലത്തിൽ മരിച്ചു. തക്ക സമയത്താണ് മരിച്ചെങ്കിൽ ഉയർക്കുകയല്ല. അതിനുവേണ്ടി പിന്നെ നമ്മൾ എന്തൊക്കെ ചെയ്താൽ നടക്കുകയല്ല. ഇത് ഉയർത്തുന്നതിൻ്റെ കാരണം അതൊരു നാടൻ ഭാഷ പറഞ്ഞാൽ അകാല മരണമായിരുന്നു. ഒത്തിരി പേര് മരിച്ചിട്ടുണ്ട്. മരിച്ചവരെല്ലാം സ്തോത്രം ഇതുപോലെ ഉയർത്തിട്ടില്ല.
ദൈവത്തിൻ്റെ പ്രത്യേക പദ്ധതിയിൽപ്പെട്ട ചില കാര്യങ്ങളാണ് ഇതെല്ലാം. ദൈവസഭയ്ക്കകത്ത് ആദ്യത്തെ ഒരു ഉയർത്തെഴുന്നേൽപ്പ് നടക്കുക എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഹൃദയം തെറ്റിദ്ധരിക്കരുത്. പുതിയ നിയമത്തിനകത്ത് കർത്താവായ യേശു ഭൂമിയിലുണ്ടായിരുന്നപ്പോൾ 2-3 പേർ ഉയർത്തിട്ടുണ്ട്. ലാസർ, നയീനിലെ വിധവയുടെ മകൻ, യായിറോസിൻ്റെ മകൾ, സ്തോത്രം, ഇതൊക്കെ ഉയർത്തിട്ടുണ്ട്. എന്നാൽ അന്ന് കർത്താവ് ഇവിടെയുണ്ട്. അതിനൊക്കെ ശേഷം 2-ാം അധ്യായത്തിലെ ദൈവത്തിൻ്റെ സഭ ഇവിടെ ഉണ്ടാകുന്നത്. സഭ ഇവിടെ സംജാതമായതിനു ശേഷവും മരിച്ചവരെ ഉയർപ്പിക്കുന്ന സംഭവം സഭയ്ക്കകത്ത് നടക്കുന്നത് ഇവിടെയാണ്. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. അവിടെ പറഞ്ഞ വാക്കിനെ കേന്ദ്രീകരിച്ച് പറയാൻ വേണ്ടി ആഗ്രഹിക്കുക. 3-ാമത്തെ അത്ഭുതത്തെക്കുറിച്ച് നമ്മൾ വായിച്ച വാക്യത്തിനകത്ത് ഇങ്ങനെ തുടങ്ങുന്നത് ഇങ്ങനെയാണ്. 37-ാമത്തെ വാക്യം തുടങ്ങിയത് ഇങ്ങനെയാണ്: ആ കാലത്ത്. അവിടെ നിങ്ങളൊന്ന് മുറുകെ പിടിച്ചോളണം. ഇന്ന് രാത്രിയിലെ നമ്മുടെ കുറിവാക്യത്തിൻ്റെ ആണിക്കൽ എന്ന് പറഞ്ഞ ഒരു വാക്കാണ്. ആ വാക്കിനെ ചുറ്റിപ്പറ്റിയ ഞാൻ ഈ പറയുന്ന മുഴുവൻ കാര്യങ്ങൾ കിടക്കുന്നത്. ആ കാലത്ത് അവൾ ദീനം പിടിച്ചു മരിച്ചു. അവർ അവളെ കുളിപ്പിച്ച് മാളിക മുറിയിൽ കിടത്തി. എൻ്റെ ഒരു ഗസ് വർക്ക് അതിനകത്ത് ഞാൻ കൂട്ടിച്ചേർക്കാം. കാരണം വേദവസം പഠിക്കുമ്പോൾ ഒരുപാട് പ്രസംഗമൊക്കെ ഉണ്ടാക്കണ്ട. അപ്പോൾ ചില കാര്യങ്ങളൊക്കെ ആളുകൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഒരു ഐഡിയപരമായ കാര്യങ്ങൾ ചിന്തിക്കുക. എനിക്ക് തോന്നുന്നു ഇവളൊറ്റയ്ക്ക് വിശ്വാസത്തിൽ വന്ന ഒരാളായിരിക്കണം. കാരണം ഇവിടെ 2 കൂട്ടരെ കാണുന്നു. ഇവൾ മരിച്ചു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് മോർച്ചറിയും ആംബുലൻസും ഒന്നും ഇല്ലാത്ത കാലം, അധികം ആളുകൾ വിദേശത്തുനിന്നും പോയി അങ്ങനെ തമ്പടിക്കാത്ത കാലം, എല്ലാവർക്കും അവിടെ തന്നെയുണ്ട്. അപ്പോൾ പിന്നെ പെട്ടെന്ന് മരിച്ചെന്ന് ഉറപ്പാക്കി കഴിഞ്ഞാൽ പിന്നെ അടുത്തത് ശവസംസ്കാരത്തിൻ്റെ കാര്യങ്ങളാണ്. അപ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന വാക്കിതാണ്: അവൾ മരിച്ചു കഴിഞ്ഞപ്പോൾ അവർ അവളെ കുളിപ്പിച്ച് മാളിക മുറിയിൽ കിടത്തി. അവരാരാന്നറിയില്ല. ചിലപ്പോൾ അവിടെ വീട്ടുകാരായിരിക്കാം, ചിലപ്പോൾ പൗരസമിതിക്കാരായിരിക്കാം, ചിലപ്പോൾ ആ നാട്ടിലെ സാമൂഹ്യത്തിലെ പ്രധാനപ്പെട്ട ആളായിരിക്കും. ആരൊക്കെയോ അവർ ആ ചുറ്റിപ്പറ്റി നിന്ന ആളുകൾ, മരണ വീട്ടിലും കല്യാണ വീട്ടിലൊക്കെ കാണുമല്ലോ, അവർ വന്നു കുളിപ്പിച്ച് കിടത്തി. അവരുടെ ലക്ഷ്യം ഇനി പിന്നെ പ്രതീക്ഷയൊന്നുമില്ല. മൂക്കി പഞ്ഞി വെച്ചു, കാല് കൂട്ടി കെട്ടി, വെള്ളം പുതവെച്ച്, പൗഡർ ഇടിച്ചു. ശവം കുളിപ്പിക്കുന്നത് പ്രതീക്ഷയില്ലാത്തൊരു കുളിപ്പീരാണല്ലോ, അവസാനത്തെ കുളിപ്പീരാണല്ലോ. സ്തോത്രം. നമ്മൾ സാധാരണ പറയാറ് എല്ലാവരും കൂടി കുളിപ്പിച്ച് കിടത്തിയെന്ന്. സ്തോത്രം എന്ന് പറഞ്ഞ പോലെ ഇവളെയും കൊണ്ടെന്ന് ശരിക്കും എല്ലാവരും കൂടി കുളിപ്പിച്ച് കിടത്തി. അവരാരാന്നറിയല്ല. ഇവളൊരു സമ്പന്ന കുടുംബത്തിലെ യുവതിയാണെന്ന് തോന്നുന്നു വായിച്ചോടെ കൊണ്ട്. കാരണം പറയാം, ഇവളുടെ ബോഡി കിടത്തിയിരിക്കുന്ന ഒരു മാളിക മുറിയിലാണ്. അതൊരു പഞ്ചായത്ത് ഓഡിറ്റോറിയം ഒന്നും ആയിരിക്കാൻ സാധ്യതയില്ല, അവളുടെ വീടായിരിക്കാം. അങ്ങനെയാണെങ്കിൽ ആ കാലഘട്ടത്തിൽ മാളിക മുറി ഉള്ളവരെന്നൊക്കെ പറയുന്നത് ഇന്നേക്ക് എത്രയോ വർഷങ്ങൾക്ക് മുമ്പാണ്. സ്തോത്രം. നമ്മുടെ ചെറുപ്പകാലത്ത് പോലും നാട്ടിൽ മാളിക വീടുകളുള്ളവർ ചുരുക്കം ചില വീടുകളൊക്കെയാണ്. എന്നാൽ അന്നത്തെ കാലത്ത് മാളിക മുറി ബൈബിളിൽ തന്നെ കൂടിയ 3-4 മാളിക മുറിയുടെ കഥകളാണ് പറയുന്നത്. അപ്പം അന്ന് മാളിക മുറിയുള്ള വീട്ടിലൊരു ചേച്ചി എന്ന് പറയുന്നത് ഒരുപക്ഷെ ആ കാലഘട്ടത്തിലെ സമ്പന്ന കുടുംബത്തിൽ നിന്ന് ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ വന്നൊരു സഹോദരി ആയിരിക്കാം. സ്തോത്രം. ഞാൻ അത്രയും പറഞ്ഞതിൻ്റെ കാര്യം, അന്നും ഇന്നും ആളുകളുടെ ചിന്ത ഇത് കച്ചവടത്തിൽ പൊട്ടി, സ്തോത്രം, ഏതാണ്ട് രോഗം വന്ന് കിട്ടിയ കാശെല്ലാം ആസ്പത്രി കൊടുത്ത് അവസാനം എങ്ങുമില്ലാതെ വരുമ്പോൾ, ആർക്കും നന്നാക്കാൻ പറ്റാത്ത കേസ് വരുമ്പോൾ കെട്ടിച്ചുമന്നുകൊണ്ട് വന്ന് പ്രാർത്ഥിച്ച് സൗഖ്യമാക്കുന്നൊരു കൂട്ടരാണ്. ഇങ്ങനെ പന്തൽ കെട്ടി യോഗം നടത്തുന്നവരും പ്രാർത്ഥിക്കുന്നവരൊക്കെ ചിന്തയുണ്ട്. അങ്ങനെയൊന്നുമല്ല. 1-ാം നൂറ്റാണ്ട് മുതൽ നമ്പർ 1 ആളുകൾ ഇതിനകത്ത് ദൈവത്തെ ആരാധിക്കാൻ വന്നിട്ടുണ്ട്, ഇന്നുമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കുടുംബത്തിൽ നിന്നാണ് ഇവളെ കുളിപ്പിച്ച് എല്ലാവരും കൂടെ അവർ മാളിക മുറിയിൽ കിടത്തി. അപ്പോൾ അവിടെ വേറൊരു ഗ്രൂപ്പിനെ കാണുന്നു. സൂക്ഷിച്ച് വായിച്ചാൽ കാണാം. എല്ലാവരും കൂടി കുളിപ്പിച്ച് കിടത്തി കഴിഞ്ഞപ്പോൾ അടുത്തത് അവൻ്റെ ശിഷ്യന്മാർ അവിടെ, സ്തോത്രം, വായിക്കും 38-ാമത്തെ വാക്യം: ലുദ്ദ യോപ്പയ്ക്ക് സമീപമാകിയാൽ പത്രോസ് അവിടെ ഉണ്ടെന്ന് ശിഷ്യന്മാർ കേട്ട്. അപ്പോൾ 2-ാമത്തെ ഒരു കൂട്ടർ കുളിപ്പിച്ച് കിടത്തിയപ്പോൾ ശവടക്കാൻ നല്ല ക്രമീകരണം ചെയ്തു വരുന്നു. കുഴിയെടുക്കാൻ ആൾക്കാർ പോയിരിക്കുന്നു. സ്തോത്രം. മഴയ്ക്ക് മുമ്പ് അടക്കണം എന്നുള്ള ക്രമീകരണത്തിൽ എല്ലാവരും കച്ചകെട്ടി നിൽക്കുന്ന സമയത്ത് അടുത്തൊരു ഗ്രൂപ്പുണ്ട്, ശിഷ്യന്മാർ എന്ന് പറഞ്ഞാൽ കർത്താവിനെ ആരാധിക്കുന്ന, ദൈവത്തെ വിശ്വസിക്കുന്ന, നമ്മൾ ഈ പറയുന്നത് പോലെ, ഞാൻ ആരംഭത്തിൽ പറഞ്ഞ പോലെ കൈയടിച്ച് സ്തോത്രം ചെയ്ത് അന്യഭാഷ പറഞ്ഞ് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനപ്പെട്ട് കർത്താവിനെ സേവിക്കുന്ന ആളുകളാണ് ശിഷ്യന്മാർ. അവരിൽ ആരൊക്കെ അവിടെ ഉണ്ട്? ഇവൾ പോകുന്ന സഭയിലെ മെമ്പേഴ്സ് ആയിരിക്കാം. അവർ ഈ അടക്കാൻ വേണ്ടി ക്രമീകരിക്കുന്ന ആളുകളോട് റിക്വസ്റ്റ് ചെയ്തു, ഞങ്ങളുടെ കർത്തൃദാസൻ തൊട്ടടുത്ത പട്ടണം ലുദ്ധയിലുണ്ട്, അദ്ദേഹം വരുന്നത് വരെയും ദയവായി ബോഡി എടുക്കരുത്, ദയം വന്നിട്ട് എടുക്കാവൂ എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം ഇനി പത്രോസോടെ വന്നിട്ട് ഒരു അനുശോചനം കൂടി പറഞ്ഞു, റീത്തും കൂടി വെച്ചിട്ട് കൊണ്ടാൻ വേണ്ടിയിട്ടല്ല. സ്തോത്രം. അങ്ങനെയുള്ള കേസൊക്കെ ഉണ്ട്. 2-2.5 മണിക്കൂർ ഞങ്ങൾ ബോഡിയും കൊണ്ടിരുന്നിട്ടുണ്ട്. സ്തോത്രം. കൊല്ലത്തുനിന്ന് വണ്ടി കയറിയിട്ടുണ്ട്. നമ്മൾ വിചാരിച്ച ആൾ വരുന്ന ഉയർപ്പിക്കാനായിരിക്കുമെന്ന്. വന്നപ്പോഴറിഞ്ഞത് 2 വാക്ക് പോലും അറിയാൻ വയ്യാത്ത ആളാണ് വരുന്നതെന്ന്. സ്തോത്രം. മനസ്സിലായോ? 2.5-3 മണിക്കൂർ നമ്മൾ കാത്തിരിക്കും. സ്തോത്രം. മെനക്കേടാ. ഇത് പ്രതീക്ഷയോടെ പത്രോസിനെ അവർ വിളിക്കാൻ ആളെ വിട്ടിരിക്കുക. ഈ സഹോദരിയെ ഒരു അനുശോചനം പറഞ്ഞ് അടക്കാനല്ല, ഇവരുടെ ഹൃദയത്തിനകത്തൊരു വിശ്വാസം ഉണ്ടായി. എന്താണെന്നറിയാമോ? സ്തോത്രം. പറയാം കേട്ടോ.
കഴിഞ്ഞ ആഴ്ചയിൽ എൻ്റെ ആ ചിന്താഗതി നിങ്ങളുടെ ചേർത്ത് കോണത്തിലേക്ക് പറയുക ആനുകാലികമായി. കഴിഞ്ഞ ആഴ്ചയിൽ യോപ്പയ്ക്ക് തൊട്ട് സമീപമുള്ള ലുദ്ദ എന്ന സ്ഥലത്തെ ദൈവസഭയ്ക്കകത്ത് വർഷങ്ങളായി സ്തോത്രം ചലിക്കാതെ കിടന്ന അയനയാസ് എന്ന് പറയുന്ന മനുഷ്യനെ പത്രോസ് വന്നപ്പോൾ കയ്യെ പിടിച്ചപ്പോൾ പാരലൈസായി കിടന്നവൻ ചാടി എഴുന്നേറ്റ് ദൈവത്തെ ആരാധിച്ചു. സ്തോത്രം. ആ വാർത്ത അടുത്ത സഭകളിൽ പരന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ഇത് മനസ്സിലാക്കിയ യോപ്പയിലെ സഭക്കാരുടെ ഉള്ളിൽ ഒരു വിശ്വാസം കയറി. എന്താണെന്നറിയാമോ? അടുത്ത സഭയിൽ പാരലൈസായവൻ എഴുന്നേറ്റെങ്കിൽ ഞങ്ങളുടെ സഭയിൽ മരിച്ചവൻ എഴുന്നേൽപ്പിക്കാൻ ദൈവത്തിന് കഴിയും. സ്തോത്രം. ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ പറയട്ടെ, സ്തോത്രം, കർത്താവിൻ്റെ സന്നിധിയിൽ വല്ലതും ഇന്ന് രാത്രി നടക്കണമെന്ന് വിശ്വാസമുണ്ടെങ്കിൽ പരീക്ഷ മനസ്സോടുകൂടെ നിങ്ങൾ ഇതിനകത്തായിരിക്കരുത്. ലോകത്തിൽ ഏതെങ്കിലും ഒരു കോണിൽ യേശുവിൻ്റെ നാമത്തിൽ ഒരു ചെറിയ കാര്യം നടക്കുന്നുണ്ടെങ്കിൽ അതിൽ ചാടി പിടിച്ചിട്ട് പറയണം, യേശുവിൻ്റെ നാമത്തിൽ ലോകത്തിൽ എവിടെയെങ്കിലും ഒരു വിടുതൽ നടന്നിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ സഭയിൽ അതിനൊക്കെ വലുത് നടക്കണം എന്ന് വിശ്വസിക്കാൻ തയ്യാറായാൽ, അതിനെ വിമർശിക്കാനല്ല, അതിനെ വിശ്വസിക്കാൻ തയ്യാറായാൽ അത് നിറവേറ്റിത്തരാൻ കഴിവുള്ള ദൈവം ഇന്ന് രാത്രി നമ്മുടെ മധ്യത്തിലുണ്ട്. സ്തോത്രം. അങ്ങനെ പത്രോസ് വന്നു, അവിടെ മാളിക മുറിയിൽ കയറി, അവിടെ കൈപിടിച്ച് എഴുന്നേൽപ്പിച്ചു, മരിച്ചവൾ ഉയർത്തു. ഇത് മൂന്നാമത്തെ അത്ഭുതമാണ്. ഞാനൊന്ന് ഓർഡറിൽ പറഞ്ഞിട്ട് വാക്യത്തിലേക്ക് വരാം. കേട്ടോളണേ. സ്തോത്രം. ശ്രദ്ധിക്കൂ അതിൻ്റെ ഓർഡർ. ഈ അധ്യായത്തിലെ അത്ഭുതങ്ങളുടെ ഓർഡർ: 1, മാനസാന്തരം എന്ന അത്ഭുതം; 2, വളരെ പഴകിയ രോഗസൗഖ്യം എന്ന അത്ഭുതം; 3, മരിച്ചവളെ ഉയർപ്പിച്ചു എന്ന അത്ഭുതം. ഇതിന് തന്നെ ഒരു പ്രത്യേക ഓർഡറുണ്ട്. 1, മാനസാന്തരം ഉണ്ടെങ്കിൽ രോഗസൗഖ്യമുണ്ട്, രോഗസൗഖ്യം ഉണ്ടെങ്കിൽ മരിച്ചവരുടെ ഉയർപ്പുമുണ്ട്. സ്തോത്രം. ഈ അധ്യായം വളരെ സ്പഷ്ടമായി നമ്മോട് പറയുന്നു, ഇന്ന് രാത്രി മാനസാന്തരം ഉണ്ടെങ്കിൽ പഴകിയ വിഷയങ്ങളുടെ കെട്ടുപൊട്ടും. ഇന്ന് രാത്രി സ്തോത്ര ഹല്ലേലൂയ, ആ പഴകിയ വിഷയങ്ങളുടെ കെട്ടുപൊട്ടിയാൽ ഇനി എഴുന്നേക്കത്തില്ലെന്ന് വിചാരിച്ച് വെള്ളവതപ്പിച്ച വിഷയങ്ങളെ നിന്റെ മുമ്പിലൂടെ തുള്ളിച്ചാടി നടത്തിക്കാൻ സ്വർഗസ്ഥനായ ദൈവത്തിന് കഴിയുമെന്ന് എൻ്റെ ആമുഖം കഴിയുമ്പോൾ ഞാൻ വിസ്തരിക്കുമ്പോൾ എത്ര പേർ ഈ സഭയോട് ബന്ധപ്പെട്ട് വിശ്വസിക്കും ഇവിടെ ചില കാര്യങ്ങൾ നടക്കും യേശുവിൻ്റെ നാമത്തിൽ? ഹല്ലേലൂയ. അങ്ങ് കന്യാകുമാരിയിലോ കാസർഗോഡോ മാത്രമല്ല, കോഴഞ്ചേരിയിലും തെക്കേമലയിലും എൻ്റെ സഭയിലും എൻ്റെ ദേശത്തും എൻ്റെ വീട്ടിലും എൻ്റെ കർത്താവിൻ്റെ നാമത്തിൽ ചില കാര്യങ്ങൾ, എത്ര ശൂന്യത ദുഷ്ടൻ വരുത്താൻ നോക്കിയാലും ചില കാര്യങ്ങൾ ദൈവം നടത്തുമെന്ന് വിശ്വസിക്കാൻ ദൈവമക്കൾ തയ്യാറായാൽ അത് ചെയ്തു തരുവാൻ ദൈവം വിശ്വസ്തനായ ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. കേട്ടോളുക. അവിടെ പറഞ്ഞ വാക്കിലേക്ക് വരികയാണ്. അവിടെ പറഞ്ഞത് ഇങ്ങനെയാണ്, നമ്മൾ വായിച്ച വാക്കിൽ തന്നെ ഞാൻ മുറുകെ പിടിക്കാൻ പറഞ്ഞ വാക്കിതാണ്: ആ കാലത്ത് അവൾ ദീനം പിടിച്ച് മരിച്ചു. ആ കാലം എന്ന് പറയുമ്പോൾ വേദപുസ്തകം പഠിക്കുന്ന ആളുകൾക്ക് വൈകുന്നേരമോ രാവിലെയോ ഒരധ്യായം കഷായം കുടിക്കുന്ന പോലെ വായിച്ചു വിടുന്നവർക്ക് അതിൻ്റെ ഒരു അന്വേഷണത്തിന് പോകണമെന്നില്ല. പക്ഷേ ദൈവജനത്തിൻ്റെ ആഴങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ശ്രദ്ധിച്ചിരിക്കുന്ന ദൈവമക്കൾ, അങ്ങനെയുള്ളവരെ സംബന്ധിച്ച് ആ കാലത്തെന്ന് പറയുമ്പോൾ ഏത് കാലം എന്നതിനെക്കുറിച്ചൊരു ചോദ്യം ഒരു അന്വേഷകൻ്റെ മനസ്സിൽ വരും. ഞാൻ നിങ്ങളത് ഓർപ്പിച്ചുണർത്തുന്നു, നിങ്ങളുടെ മനസ്സിലേക്ക് അങ്ങനെ ഒരു ചോദ്യം വരട്ടെ എന്ന്. ഏത് കാലത്താണ്? മാവും പ്ലാവൊക്കെ പൂക്കുന്ന കാലം എന്ന് പറയുന്നൊരു കാലമാണോ? അതെയോ സ്തോത്രം കൺവെൻഷൻ സീസൺ എന്ന് പറയുന്ന പോലെ മഴ മാറി വെയിലുറയ്ക്കുന്ന സ്തോത്രം ഒരു കാലമാണോ? പിന്നെ ഏത് കാലത്തെയാണ് ഇവിടെ ഉദ്ദേശിച്ചത്? ഏത് കാലമാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഈ അധ്യായത്തിലെ 31-ാമത്തെ വാക്യത്തിൽ വരണം. അവിടെയാണ് ഈ കാലത്തിൻ്റെ പ്രയോറിറ്റി അല്ലെങ്കിൽ ഈ കാലത്തിൻ്റെ പ്രത്യേകത കിടക്കുന്നത്. 31-ാമത്തെ വാക്യം അവിടെ പറയുന്നു, അങ്ങനെ യഹൂദ്യ, ഗലീല, ശമര്യ എന്നീ ദേശങ്ങളിലൊക്കെയും സഭയ്ക്ക് സമാധാനമുണ്ടായി. അത് ആത്മീക വർധന പ്രാപിച്ചും കർത്താവിലുള്ള ഭക്തിയിലും പരിശുദ്ധാത്മാവിൻ്റെ പ്രബോധനത്തിലും നടന്നും പെരുകിയും കൊണ്ടിരുന്നു. ഈ അധ്യായമാണ് അല്ലെങ്കിൽ ഈ വാക്യമാണ് നമ്മൾ വായിച്ച കുറിവാക്യത്തിലെ ആ കാലത്തിന് നാന്തി കുറിക്കുന്നത്. ശ്രദ്ധിച്ച് കേട്ടോ. സ്തോത്രം. പറയാം. വേദപുസ്തകത്തിനകത്ത് കാലം എന്ന വാക്ക് ഉൽപ്പത്തി 1 ആരംഭിക്കുന്നത്. സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളെയൊക്കെ സൃഷ്ടിച്ചത് അന്ന് ദൈവമായ കർത്താവ് പറഞ്ഞു, ഇത് രാത്രിയും പകലും ഉണ്ടാകാൻ വേണ്ടി മാത്രമല്ല, ദിവസങ്ങൾ, കാലങ്ങൾ, സ്തോത്രം, ഇതൊക്കെ ഉണ്ടാകാൻ വേണ്ടി, സംവത്സരങ്ങളൊക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ദൈവം ഇതിനെ സൃഷ്ടിച്ചതെന്ന്. അപ്പോൾ കാലം എന്ന് പറയുന്നതിന് വാസ്തവത്തിൽ കൊടുത്തിരിക്കുന്ന പ്രയോഗം സീസൺ എന്നാണ്. സീസൺ. സ്തോത്രം. ആ സീസൺ ഏതാ? സീസൺ ഈ ഭാഗത്താണ് അതിൻ്റെ
ഏതാണ് ആ സീസൺ? അതിൻ്റെ പ്രത്യേകത അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. സ്തോത്രം. എന്നീ ദേശങ്ങളിലൊക്കെയും സഭയ്ക്ക് സമാധാനമുണ്ടായി. സ്തോത്രം. അടുത്ത വാക്ക്, അത് ആത്മീക വർധനവ് പ്രാപിച്ചു. ഞാൻ അവിടെ നിന്ന് തുടങ്ങാം. മറ്റേ വാക്ക് തൽക്കാലത്തേക്ക് ഹൈഡ് ചെയ്യുക. സ്തോത്രം. കേട്ടോളണേ, എന്താണ് ഈ അധ്യായത്തിൽ 8 വർഷം പഴക്കമുള്ള കേസ് 8 വർഷം കഴിഞ്ഞപ്പോൾ ഒരു കർത്തൃദാസൻ, പ്രത്യേകിച്ച് ഇതുപോലെ പന്തൽ കെട്ടിയൊന്നുമല്ല, അദ്ദേഹം അതിലെ വന്നതാണ്. സ്തോത്രം. പത്രോസ് അതിലെ വന്നതാണ്. അവിടെ എഴുതിയിരിക്കുന്നു, പത്രോസ് അവിടെ എല്ലായിടത്തും സഞ്ചരിക്കുന്ന വഴിയിൽ അത് കൂടെ പോയി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു വഴിക്ക് പോയ വഴിക്ക് അതിലെ കയറിയതാണ്. പക്ഷെ അങ്ങനെ കയറിയ സമയത്ത് അയനയാസിൻ്റെ കയ്യിൽ പിടിക്കുമ്പോൾ അവൻ ചാടി എഴുന്നേറ്റു. അതിൻ്റെ കാരണം ഞാൻ പറയാം. 31-ാം വാക്യത്തിൽ സീസൺ മാറി വരികയാണ്. സ്തോത്രം. മനസ്സിലാകുന്നു? 31-ാം വാക്യത്തിൽ സീസൺ മാറി. സീസൺ മാറിയാൽ എത്ര വർഷം പഴക്കമുള്ള കേസിൻ്റെയും കെട്ട് ദൈവം പൊട്ടിക്കാൻ തുടങ്ങും. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഞാൻ ആത്മാവിൽ പറഞ്ഞു തുടങ്ങട്ടെ ഇന്ന് രാത്രികാലം. ഹല്ലേലൂയ. പത്രോസ് വന്നതല്ല, സമയമാകാത്തത് കൊണ്ടല്ല. സ്തോത്രം. നിന്റെ ജീവിതത്തിൽ വർഷങ്ങളായി കിടക്കുന്ന വിഷയങ്ങളുടെ തേർവാഴ്ചകൾക്ക് അവസാനം കഴിയാത്തതിൻ്റെ കാരണം ആണ്ടുകൾ നീ പ്രാർത്ഥനാ യോഗങ്ങളിൽ പങ്കെടുത്തു, പലരും നീ പരിചയപ്പെട്ടു. പക്ഷേ ഇതുവരെ ഇതുകൊണ്ടൊന്നും നിന്റെ കുടുംബത്തിൻ്റെ സീസൺ മാറിയിട്ടില്ല. സ്തോത്രം. കാലം മാറിയിട്ടില്ല. കാലം മാറിയാൽ ഏത് കടുങ്കെട്ടും ദൈവം അഴിക്കും. ഇവിടെ നിന്റെ ദൂത് ആരംഭിക്കുക. പരിശുദ്ധാത്മാവ് ഈ രാത്രി പറയുന്നു, 1000 അഭിഷിക്തന്മാരുടെ ഫോൺ നമ്പറുകൾ, ഇമെയിൽ ഐഡികൾ, സ്തോത്രങ്ങളുടെ വിസിറ്റിംഗ് കാർഡുകൾ നിന്റെ മൊബൈലിലോ ഐപാഡിലോ ഉള്ളത് കൊണ്ട് നിന്റെ കാലം മാറണമെന്നില്ല. നിന്റെ കാലം മാറ്റുന്നത് അവരൊന്നുമല്ല, പിന്നെ എന്താണ്? അവിടെ എഴുതിയിരിക്കുന്ന വാക്കുകൊണ്ടോ അങ്ങനെ അവർക്ക് ആത്മീക വർധനവുണ്ടായി. ആത്മീക വർധനവ് എന്ന് പറയുന്നതിനേക്കാൾ മുമ്പ് ആത്മീക എന്താണെന്ന് അറിഞ്ഞാലല്ലേ ആത്മീക വർധനവ് എന്താണെന്ന് അറിയാൻ പറ്റൂ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ആത്മീകം ഉണ്ടെങ്കിലല്ലേ നമുക്ക് ആത്മീക വർധനവിനെ കുറിച്ച് ചിന്തിക്കാൻ പറ്റുള്ളൂ. എന്താണ് ആത്മീകം? കൊരിന്ത്യലേഖനം 15-ാം അധ്യായത്തിൽ അതിനെക്കുറിച്ചൊരു വാക്യമുണ്ട്. എല്ലാ വാക്യം വിസ്തരിക്കാൻ നമുക്ക് നേരമല്ല, ഞാൻ വാക്ക് പറഞ്ഞു വിടാം. ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾ സ്തോത്രം ആഴമായി പരിശോധിച്ചെടുത്തോളുക. 15-ാം അധ്യായത്തിലെ വാക്യം ഇങ്ങനെയാണ്. പൗലോസ് പുനരുത്ഥാനത്തിൻ്റെ അധ്യായത്തിൽ പറഞ്ഞു വരുമ്പോൾ ഒരു പ്രത്യേക പ്രയോഗത്തിന് ഇങ്ങനെ പറയുന്നു, ആത്മീകമല്ല പ്രാകൃതമത്രേ ഒന്നാമത്തത്. അടുത്ത വാക്ക്, ആത്മീകമോ പിന്നത്തേതിൽ വരുന്നു. അപ്പം അതിൽ നിന്ന് ഞാൻ ആത്മീകത്തെക്കുറിച്ച്, ആത്മീകത്തിനകത്ത് ഒന്നൊരു വിസ്തരിക്കാൻ പറ്റിയ വാക്യങ്ങളൊന്നും ബൈബിളിലില്ല. സ്തോത്രം. അത് അനുഭവിച്ച് മനസ്സിലാക്കിയേ പറ്റൂ. ചില കാര്യങ്ങളെക്കുറിച്ചൊന്നും നമുക്ക് ക്ലാസ് എടുത്ത് ബോധിപ്പിക്കാൻ പറ്റിയല്ല. നിങ്ങളിനി എത്ര മിടുക്കണേ, ഞാൻ പരിശുദ്ധാത്മാവെന്ന വിഷയത്തെക്കുറിച്ച്, സ്തോത്രം, അതിനെക്കുറിച്ചൊന്നും എത്ര ശക്തനായ ഒരാൾ ക്ലാസ് എടുത്താലും അതൊന്നും വാസ്തവത്തിൽ ആ ക്ലാസ്സിനകത്തൊന്നും അതിൻ്റെ പൂർണ്ണത വരുന്നില്ല. നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ അറിയണമെങ്കിൽ 1000 പുസ്തകം വായിച്ചാൽ പറ്റിയല്ല, ഇവനെ അനുഭവിച്ചറിയണം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. മനസ്സിലായോ? അല്ലാതെ എത്ര ക്ലാസ് എടുത്താലും കിട്ടാവുന്നിടത്തെല്ലാം വണ്ടി ഓടിച്ച് പോയിട്ട് ആത്മാവിൻ്റെ ക്ലാസ് കേട്ടുന്നതല്ല. ഇത് ഇച്ചിരി കോരി കുടിക്കുമ്പോഴാണ് ആത്മാവെന്ന് പറയുന്ന സാധനം ഇത്ര പവർഫുള്ളായിരുന്നു എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഇതിനെക്കുറിച്ച് കേട്ടത് കൊണ്ടോ ഇതിനെക്കുറിച്ച് വായിച്ചത് കൊണ്ടോ കഥയില്ല. ഇത് അനുഭവിക്കുമ്പോഴാണ് അതിൻ്റെ മഹിമയും മഹത്വവും മനസ്സിലാകുന്നത്. ഇതുപോലത്തെ ഒരു സംഭവമാണ് ആത്മീകം എന്ന് പറയുന്നത്. ആത്മീകം എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ എന്താ ഞാൻ മറുപടി പറയുന്നത്? സാധാരണയൊക്കെ നമ്മൾ ഈ മാട്രിമോണിയൽ പരസ്യങ്ങൾ, നമ്മുടെ എന്താ പറയുക, സ്തോത്രം, ആനുകാലികമായിരിക്കുന്ന ക്രൈസ്തവ മാഗസീനുകളോ വീക്കിലികൾക്കകത്തൊക്കെ കാണാം. സ്തോത്രം. അതിനകത്തൊക്കെ ചിലപ്പോൾ 2-3 പേജുകൾ കാണും. നമ്മുടെ പെങ്കൊച്ചിനോ കല്യാണം ആലോചിക്കുന്ന സമയത്ത് സ്തോത്രം ആനുകാലികമായിരിക്കുന്ന ഏതെങ്കിലും പ്രസിദ്ധീകരണത്തിനകത്ത് കല്യാണം നടക്കാൻ വേണ്ടി ഒരു ചെറിയ സ്തോത്രം ആഡ് കൊടുക്കാൻ നമുക്ക് 1000 രൂപയോ 800 രൂപയോ കൊടുത്താൽ മതി. സ്തോത്രം. അപ്പോൾ അതിനകത്ത് സാധാരണ സ്തോത്രം പെങ്കൊച്ചിൻ്റെ അപ്പൻ ഇടുന്ന ചില വാക്കുകൾ നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം. അതെങ്ങനെ എഴുതുന്നത്? സ്തോത്രം, വിദേശത്ത് ജോലിയുള്ള BSc നേഴ്സായിരിക്കുന്ന, ഇത്ര വയസ്സ് പ്രായമുള്ള, ഇത്ര ഇഞ്ചോ അടിയോ പൊക്കമുള്ള, സുന്ദരിയും സുമുഖിയുമായിരിക്കുന്ന മകൾക്ക്, ഇന്ന വിഭാഗത്തിൽ നിന്ന് വന്ന മകൾക്ക്, അടുത്ത വാക്കിങ്ങനെയാണ്, ആത്മീകരായ യുവാക്കളുടെ മാതാപിതാക്കളിൽ നിന്ന് വിവാഹാലോചനകൾ ക്ഷണിക്കുന്നു. അഥവാ നീ കൊച്ചിനെ അങ്ങനെ ഇടാനുണ്ടെങ്കിൽ ഞാൻ വാക്ക് പറഞ്ഞ് തന്നിട്ടുണ്ട്, അതിന് കാശൊന്നും വേണ്ട. സ്തോത്രം. ശ്രദ്ധിച്ചോളണം, കേട്ടോളണേ. അപ്പോൾ വാസ്തവത്തിൽ നിങ്ങൾ നമ്മുടെ കൊച്ചിനെയൊക്കെ കെട്ടിച്ചെങ്കിലും നിങ്ങൾ ആ പരസ്യം ഇട്ടിരിക്കുന്നതിൻ്റെ അടിയിൽ കിടക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് വിളിച്ച് ആ പെങ്കൊച്ചിൻ്റെ അപ്പനോട് ചോദിക്കണം, സാറേ
മാസികയ്ക്കകത്ത് ഇന്ന് വന്ന മാസികയ്ക്കകത്തൊരു പരസ്യം കണ്ടു, മോക്ക് കല്യാണത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ചെറുക്കനൊന്നും ഇവിടെ ഇല്ല, എങ്കിലും ഒരു കാര്യം ചോദിക്കാൻ, അതിനകത്ത് എഴുതിയിരുന്നു ആത്മീകനായ ചെറുക്കനെ വേണമെന്ന്. അങ്ങ് ഉദ്ദേശിക്കുന്ന ആത്മീകനെന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ അപ്പം പറയാനുള്ള സാധ്യത ഞാൻ പറയാം. എന്താണെന്നറിയാമോ? ഇത്രയേ ഉള്ളൂ, എൻ്റെ കൊച്ചിനെ തല്ലരുത്, അവളെ സ്വത്തിന് പട്ടിണി കിടത്തരുത്, പീഡിപ്പിക്കരുത്, വഴക്കുണ്ടാക്കരുത്, സമാധാനത്തോടെ ജീവിക്കണം. അതാണ് അങ്ങേരുദ്ദേശിച്ച ആത്മീകം. അതിനകത്തൊക്കെ അപ്പുറത്തേക്ക് പുള്ളിക്ക് വേറെ കഥയൊന്നുമില്ല. ഇവളവിടെ സ്വസ്ഥമായിരിക്കണം. അതിന് ആത്മീകം എന്നൊരു പുത്തുവരുത്തത്തിനകത്തങ്ങ് ഒതുക്കുന്നുള്ളൂ. ആത്മീകം എന്ന് പറഞ്ഞാൽ എന്താണ്? സ്തോത്രം, മീശ പഠിച്ചു കളഞ്ഞതാണോ, ഫുൾക്കൈ ഷർട്ടിട്ടതാണോ, തലമുടി പറ്റ, ഇതൊന്നും അല്ല. വാസ്തവത്തിൽ ഞാൻ വീണ്ടും പറയുന്നു, ആത്മീകം എന്ന വാക്കിനെ നമുക്കൊരു പ്രബന്ധം കൊണ്ട് തെളിയിക്കാൻ പറ്റില്ല. വേണമെങ്കിൽ ഇന്ന് രാത്രി ഞാനൊരു ക്ഷണം തരാം. പറ്റുമെങ്കിൽ ഈ രാത്രികാലം ഒരു കൂട്ടായ്മയിലേക്കല്ല, ആത്മീയത്തിലേക്ക് കയറാൻ നോക്ക്. സ്തോത്രം, ഹല്ലേലൂയ. അതിനുവേണ്ടി എന്ത് വില കൊടുത്തും എന്തും ത്യജിക്കേണ്ടി വന്നാലും എന്തിനെ ചവറന്നെണ്ണേണ്ടി വന്നാലും, സ്തോത്രം, ആരോടെങ്കിലും പിണങ്ങിയപ്പോൾ നിന്ന സ്ഥലത്ത് മണ്ണൊലിച്ചു പോയപ്പോൾ കൊള്ളാവുന്നൊരു സ്ഥലത്തേക്ക് മഴ പെയ്തപ്പോൾ വേറ്റിഷണിൽ ഓടിക്കേറിയതുപോലെ പാട്ടും സ്തോത്രം തമ്പേരുടെയും കേട്ട് ഓടിച്ചെന്നാൽ അവിടെ നരകമായി മാറുകയുള്ളൂ. അതിനേക്കാൾ മറിച്ച് ഇന്ന് രാത്രികാലം ആത്മാവിൽ പറയാം, ഒരാത്മീകം പ്രതീക്ഷിച്ച് ഇന്ന് രാത്രി നിന്റെ അകത്ത് ആത്മീയത്തിന്റെ ശൂന്യത ബാധിക്കുന്നുണ്ടെങ്കിൽ, അത് നിന്റെ കുടുംബത്തെ തളർത്തിയിട്ടുണ്ടെങ്കിൽ, ഞാൻ ഇമ്മീഡിയറ്റ്ലി വളരെ ഗൗരവത്തോടെ പറയാം, അതിനൊരു പരിഹാരം വരണമെങ്കിൽ നീ ആത്മീകത്തിലേക്ക് കയറുക. ഹല്ലേലൂയ. അത് അനുഭവിച്ചെങ്കിൽ മാത്രമേ ആത്മീകം എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. സ്തോത്രം. 45 വയസ്സ് വരെയും ഈ ലോകത്തിൻ്റെ മ്ലേച്ഛതകളിൽ ജീവിച്ച് കള്ളും കുടിച്ച് സ്തോത്ര കൂട്ടുകാരുടെ തോളെ കൈയിട്ട് ഇതാണ് സ്വർഗമെന്ന് പറഞ്ഞ് ജീവിച്ച ഒരു മനുഷ്യൻ 45-ാമത്തെ വയസ്സിൽ ഇതുപോലത്തെ പന്തലിന് കീഴല്ല കോഴഞ്ചേരി ചന്തക്കെടുത്ത് നിന്ന് ഒരു ഉപദേശി ചുമ്മാ വേദപുസ്തകം പിടിച്ചുകൊണ്ട് യേശു രക്ഷകനാണെന്ന് പ്രസംഗിച്ചപ്പോൾ അന്ന് മാനസാന്തരപ്പെട്ട മനുഷ്യൻ്റെ അകത്തേക്ക് ആത്മീകം കയറി വന്നാൽ അന്ന് മുതൽ ആ മനുഷ്യൻ പറയും, 45 കൊല്ലം കുടിച്ച കള്ളെല്ലാം കൂടി ഒന്നിച്ചു കുടിച്ചാലും ഈ അകത്ത് കയറി ആത്മീകത്തിന്റെ പകുതിയുടെ പകുതി പോലും വരികയില്ലെന്ന്. സ്തോത്രം, ഹല്ലേലൂയ. കാരണം എന്താണെന്നറിയാമോ? ഒരുത്തന്റെ അകത്തേക്ക് ആത്മീകം കയറിയാൽ അവനെ ദൈവം മറ്റൊന്നാക്കി മാറ്റുകയാണ്. സ്തോത്രം. ശരിക്കും അതിന് ഒരുപാട് പുസ്തകങ്ങളിലൊക്കെ തപ്പി അന്വേഷിച്ചു നോക്കിയപ്പോൾ സ്തോത്രം ഒരുമാതിരി പറയാൻ കൊള്ളാവുന്നൊരു കാര്യം പറയാം. ആത്മീകം എന്ന് പറയുന്ന വാക്ക്, ഞാൻ പറഞ്ഞ വാക്ക് നിങ്ങൾ ഓർക്കുന്നതാണ് 15-ാം അധ്യായത്തിലെ. ആത്മീകമല്ല, പ്രാകൃതം എത്ര ഒന്നാമത്തത് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ ജനിക്കുമ്പോൾ സ്തോത്രം എൻ്റെ ഫസ്റ്റ് എന്ന് പറയുന്ന ആദ്യത്തെ ചുവടുകൾ, ആദ്യത്തെ നിലവാരം എന്ന് പറയുന്നത് ഏത് മനുഷ്യനാണെങ്കിലും, ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചാലും മുസ്ലിമോ ഹിന്ദുവോ ഏത് പശ്ചാത്തലത്തിൽ ജനിച്ചാലും ബൈബിൾ പറയുന്നു മനുഷ്യൻ്റെ പ്രാഥമിക പടി എന്ന് പറയുന്നത് പ്രാകൃതമാണ്. പ്രാകൃതം. കണ്ണും മൂക്കും ഒക്കെ ഉണ്ട്, സ്വഭാവത്തിൽ വ്യത്യാസമുണ്ട്, സ്തോത്രം, സൗന്ദര്യത്തിനും പൊക്കത്തിനൊക്കെ വ്യത്യാസമുണ്ട്, പൊതുവിൽ പ്രാകൃതം. പക്ഷെ ആ ബൈബിൾ ഒരു സൂചന തരുന്നുണ്ട്, ആത്മീകമോ പിന്നത്തേതിൽ വരുന്നു. പിന്നത്തേത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 13-ാമത്തെ വയസ്സിലോ അത് 7-ാമത്തോ, അങ്ങനെ പ്രത്യേകിച്ച് 13, 7, 7.5 ഒന്നുമില്ല. ഇന്ന് രാത്രി 56 വയസ്സായെങ്കിൽ ഇത് കേട്ടോണ്ടിരിക്കുമ്പോൾ മനസ്സ് വിട്ടുകൊടുത്താൽ, അടച്ചു വെക്കാതെ എനിക്ക് ആത്മീകം ആവശ്യമാണെന്ന് ബോധ്യം വന്നാൽ, അതിന് മനസ്സ് തുറന്നാൽ, ഈ രാത്രികാലം ഒരുപക്ഷെ 56 കൊല്ലം കിട്ടാത്തത് ഈ രാത്രി ദൈവം നിന്റെ അകത്തേക്ക് കയറ്റിവിടും. ആത്മീകം പിന്നത്തേതിൽ വരുന്നു. എവിടെ നിന്ന് വരുന്നു? ലോകത്തിലെങ്ങും സാധനം കിട്ടിയല്ല, ഇത് വരുന്നത് ഉയരത്തിൽ നിന്നാണ്. വരുവാനുള്ള ലോകത്തിൻ്റെ ശക്തി ഈ ഭൂമിയിൽ വെച്ച് ആസ്വദിക്കണമെങ്കിൽ അതിന് കിട്ടുന്ന ഒരു വലിയ അഡ്മിഷനാണ് ആത്മീകനായി മാറുക എന്ന് പറയുന്നത്. അങ്ങനെ ആത്മീകനായി മാറിക്കഴിയുമ്പോൾ അവൻ ജീവിക്കുന്നത് ഈ മണ്ണിലാണെങ്കിലും അവൻ അനുഭവിക്കുന്നത് മറ്റൊരു ലോകത്തിൻ്റെ അനുഭവമാണ്, മറ്റൊരു രാജ്യത്തിൻ്റെ സുഖമാണ്, മറ്റൊരു ഭരണാധികാരിയുടെ കീഴിലാണ്. അതിൻ്റെ കൃപ ഇന്ന് രാത്രി അനുഭവിക്കണമെങ്കിൽ ഹല്ലേലൂയ, ആത്മീകം, സ്തോത്രം. അതുകൊണ്ട് മാത്രമേ ചില വിഷയങ്ങൾക്ക് പരിഹാരമുള്ളൂ. ഇത് നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോ. ബൈബിൾ പഠിപ്പിക്കുന്ന ചില കാര്യമുണ്ട്. ചില കാര്യങ്ങൾക്ക് പണമോ മരുന്നോ കാശോ ഇതൊന്നും ഏക്കുകയല്ല. സ്തോത്രം. ചില കാര്യങ്ങൾക്ക് ആത്മീകം മാത്രമേ ഫലിക്കുകയുള്ളൂ. ചില കാര്യങ്ങൾക്ക് വിശ്വാസം മാത്രമേ ഫലിക്കുകയുള്ളൂ. ചില കാര്യങ്ങൾക്ക് കൃപ മാത്രമേ ഫലിക്കുകയുള്ളൂ. തെളിവ് പറയാം. അത്രയും പറഞ്ഞതിൻ്റെ പേരിൽ യായിറോസിൻ്റെ വീട്ടിൽ നിന്ന് കുഞ്ഞ് ദീനമായി കിടക്കുന്ന സമയത്ത് യായിറോസ് യേശുവിനെ തേടി ഇറങ്ങി വരിക.
കർത്താവിനെ പിടിച്ചുകൊണ്ട് പോകുന്ന വഴിക്ക് പെട്ടെന്ന് വീട്ടിൽ നിന്ന് ആൾ വന്ന് പറഞ്ഞു, ഗുരുവിനെ അസഹ്യപ്പെടുത്തേണ്ട, ബാല മരിച്ചുപോയി. പെട്ടെന്ന് ഭാവനെ കാണുക. അപ്പൻ, 12 വയസ്സുള്ള പെൺകുഞ്ഞിൻ്റെ അപ്പൻ. ഇത് വാർത്ത കേട്ട വഴി കണ്ണിലിരുട്ട് കയറിയതുപോലെ ഹൃദയം പൊട്ടി. യേശു കൂടെ ഉണ്ടെങ്കിലും പെട്ടെന്ന് ആകപ്പാടെ ആ മണ്ണിലിരുന്ന് കാണും. പെട്ടെന്ന് യേശു അവൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പറയുക, ഇനി ഒരു വഴിയില്ലെന്നല്ല പറഞ്ഞത്, ഒറ്റ വഴിയുണ്ട് യായിറോസേനി. അത് പറഞ്ഞത് ഇങ്ങനെയാ, ഭയപ്പെടണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. ഇനി നിൻ്റെ വീട്ടിലെ വിഷയത്തിന് പരിഹാരത്തിന് ഒരു വഴിയേ ഉള്ളൂ, വിശ്വാസം മാത്രം. അങ്ങനെയല്ല വാക്കിനർത്ഥം? സ്തോത്രം. ഇനി മരുന്നില്ല, ഇനി സ്തോത്രം പണം ചെലവാക്കി നടക്കുകയല്ല, ഇനി നീ ആരുടെ പുറകെ വണ്ടി വിളിച്ചു പോലും നടക്കുകയല്ല. ഇനി നിന്റെ വീട്ടിലെ വിഷയത്തിന് ഒരു വഴിയേ ഉള്ളൂ, ഒന്നര വഴിയില്ല, അത് വിശ്വാസത്തിലൂടെ മാത്രമേ നടക്കുള്ളൂ. രാത്രി ഇവിടെ ഇരിക്കുന്ന ചിലരോട് ഞാൻ കഥ പറയുകയല്ല, ഉറപ്പിച്ചു പറയുന്നു, നിന്റെ വിഷയത്തിന് ഇനി പണമിറക്കിയിട്ട് കഥയില്ല. നിന്റെ വിഷയത്തിന് ഇനി മിടുക്കന്മാരെ രംഗത്ത് കൊണ്ടുവന്നിട്ട് കഥയില്ല. നിന്റെ വിഷയത്തിന് ഇനി വിശ്വാസമേ ഏക്കത്തുള്ളൂ. ചില കാര്യത്തിന് കൃപ മാത്രമേ ഉള്ളൂ. പൗലോസ് അപ്പോസ്തലന്റെ കാര്യം നിങ്ങൾക്കറിയാലോ. അദ്ദേഹത്തിൻ്റെ ശരീരത്തിലുണ്ടായ വലിയൊരു പ്രയാസം, ശൂലം എന്നൊക്കെ എഴുതിയിരിക്കുന്നത്, അത് മാറാൻ വേണ്ടി ഈ മനുഷ്യൻ 3 പ്രാവശ്യം പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചപ്പോൾ ദൈവം ഒരു കാര്യം പറഞ്ഞു, പൗലോസേ, ഇതിന് മരുന്നുമില്ല, പരിഹാരമില്ല, ഒറ്റ കാര്യമുള്ളൂ, ഇതിന് കൃപ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? ഇനി സ്തോത്രം സൂചി വിഴുങ്ങിയവരെ ആയിപ്പോയി, ഇനി ഇതിനകത്ത് പരിഹാരമൊന്നുമില്ല, ഇനി ഇതിന് കൃപ തരാം പിടിച്ചു നിൽക്കാൻ. ചന്തയെ കൊണ്ടുപോയി മാറ്റിയെടുക്കുന്ന പോലെ മാറ്റിയെടുക്കാനൊന്നും പറ്റിയല്ല, കിട്ടിയത് കിട്ടി. ഇനിയിപ്പോൾ ഇതിനകത്ത് രക്ഷപ്പെടാനൊരു വഴിയുള്ളൂ. ഇനിയിപ്പോൾ മാറിയെടുക്കാൻ പറഞ്ഞാലോ കൊന്നു തരാൻ പറഞ്ഞാൽ ദൈവത്തെ കൊണ്ട് പറ്റിയല്ല, ദൈവം അത് ചെയ്യുകയല്ല. ഇനി ഇപ്പം വന്നിരിക്കുന്ന വിഷയത്തിനൊരു വഴിയേ ഉള്ളൂ, കൃപ തരാൻ പിടിച്ചു നിൽക്കാമെങ്കിൽ. സ്തോത്രം. ഇതുപോലൊരു കാര്യമാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മുമ്പിൽ കിടക്കുന്ന വിഷയത്തിന് ചിലതിന് ഇനി ആത്മീകമേ പരിഹാരമുള്ളൂ. ആത്മീകത്തിലേക്ക് നമ്മൾ വരുമ്പോൾ നമ്മുടെ സീസൺ മാറുകയാണ്. നിൻ്റെ കുടുംബത്തിൻ്റെ വീട് വിറ്റ് സ്തോത്രം ആരാണ്ടും വന്ന് പ്രവചിച്ചു, ഇവിടെ കിടന്ന നീ പിള്ളേരെ രക്ഷപ്പെടുകയല്ല, കല്യാണം നടക്കുകയെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ അത് വിറ്റ് നീ 16 കിലോമീറ്ററിന് അപ്പുറം പോയി പാർത്താലും കാര്യം നടക്കണമെന്നില്ല. എന്നാൽ ഇന്ന് രാത്രി നിന്നെ നിന്ദിച്ചവരുടെ നടുവിൽ ദൈവത്തിന് മാനിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ കിടന്നുകൊണ്ട് സീസൺ മാറ്റാൻ പറ്റുന്നൊരു വഴി ഞാൻ ആത്മാവിൽ പറയാം. നിന്റെ ആത്മീകം മാറിയാൽ സീസൺ മാറി. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. കാലം മാറി. അപ്പോസ്തലപ്രവൃത്തി തന്നെ 3-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യം എനിക്കൊന്ന് വായിച്ചു തരണം. ആ വാക്യം 3:19. അവിടെ പറയുന്നൊരു വാക്യം കാണിച്ചു തരാം. സ്തോത്രം. ആ കാലത്തെക്കുറിച്ച് പറയുന്നൊരു വാക്യം കാണിച്ചു തരാം. 3:19 പെട്ടെന്ന് വായിക്കാമോ? അപ്പോസ്തലപ്രവൃത്തി 3:19 വാക്യം. ആകയാൽ നിങ്ങളുടെ പാപങ്ങൾ മാഞ്ഞു കിട്ടേണ്ടതിന് മാനസാന്തരപ്പെട്ട് തിരിഞ്ഞുകൊള്ളുക. അടുത്തത്, എന്നാൽ കർത്താവിൻ്റെ സമ്മുഖത്ത് നിന്ന് ആശ്വാസകാലങ്ങൾ വരും. കേട്ടോ കേട്ടോ, ആ വാക്ക് നിങ്ങൾ കേട്ടെ. അപ്പോസ്തലപ്രവൃത്തിയുടെ ശക്തമായൊരു ആഹ്വാനമാണ്. എന്താ ആഹ്വാനം എന്നറിയാം? നിങ്ങൾ മാനസാന്തരപ്പെട്ട് തിരിഞ്ഞുകൊള്ളുക. അങ്ങനെ തിരിഞ്ഞാൽ എന്ത് കിട്ടും പാസ്റ്ററേ? മറുപടി എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാ, നിങ്ങൾ മാനസാന്തരപ്പെട്ട് തിരിഞ്ഞാൽ കർത്താവിൻ്റെ സമ്മുഖത്ത് നിന്ന് നിങ്ങൾക്ക് ആശ്വാസകാലങ്ങൾ വരും. കംഫർട്ട് സീസൺ, നിങ്ങളെ ആശ്വസിപ്പിക്കുന്നൊരു കാലം. കഴിഞ്ഞ നീണ്ട കാലങ്ങൾ തല ഉയർത്താൻ കഴിയാതെ കരഞ്ഞുകൊണ്ട് നടന്ന ആളുകളാൽ ചിലരാണ് ഇന്ന് രാത്രി ഇതിനകത്ത് ഇരിക്കുന്നതെങ്കിൽ, നിങ്ങൾക്കൊരാശ്വാസകാലം വേണമെങ്കിൽ അതിൻ്റെ പരിഹാരം വസ്തു വിറ്റ് മാറുകയല്ല, അതിന് പരിഹാരം സ്തോത്രം മറ്റെന്തെങ്കിലും കൈക്രിയല്ല, അതിന് പരിഹാരം ദൈവത്തിങ്കലേക്ക് തിരിയുക. ദൈവത്തിങ്കലേക്ക് തിരിയുന്ന മാത്രയിൽ നിങ്ങൾക്ക് ആശ്വാസകാലങ്ങൾ വരും. എവിടെ നിന്നാ വരുന്നത്? അവിടെ എഴുതിയിരിക്കുന്ന വാക്കിങ്ങനെയാണ്, അവൻ്റെ സമൂഹത്ത് നിന്ന്. സ്തോത്രം. ഹല്ലേലൂയ. സീസൺ മാറാൻ വേണ്ടി എല്ലാ ജാതികളുടെ ഇടയിലുമുള്ള കൈക്കറികളും പരിപാടികളെക്കുറിച്ചെല്ലാം ഒരുമാതിരി ഐഡിയ എവിടെ ഇരിക്കുന്ന ദൈവമക്കളിൽ പലർക്കും കണ്ടേക്കാം. എല്ലാ പശ്ചാത്തലങ്ങൾക്കകത്തും ഒരു ചിലർ പറയും, സ്തോത്രം, ചില കാലഘട്ടങ്ങൾ ചിലരുടെ ജീവിതത്തിനകത്ത് മോശം സീസണാണ്,
ചൊവ്വാദോഷമാണ്, കണ്ടകശനിയാണ്, സ്തോത്രം, ഗ്രഹനില ശരിയല്ല, ഇനിയിപ്പോൾ ഒരു 6 കൊല്ലം കഴിയാതെ ഒക്കെയല്ല, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ ചെയ്താൽ തൽക്കാലം പിടിച്ചു നിൽക്കാം. ഇതൊക്കെയാണ് ആ സീസൺ, ജീവിതത്തിൻ്റെ സീസൺ മാറാൻ വേണ്ടി. അത് പരീക്ഷ എഴുതിയാൽ ജയിക്കുകയില്ല. IELTS 8 പ്രാവശ്യം എഴുതിയാലും പൊട്ടുള്ളൂ. സ്തോത്രം, 6.75 കിട്ടും, 0.4 കിട്ടും, പക്ഷേ 7 കയറിയല്ല എത്ര എഴുതിയാലും. സ്തോത്രം, അങ്ങനെ കിടക്കുന്ന പരിപാടിക്കകത്ത് ലാസ്റ്റ് കുഴഞ്ഞിട്ട് പറയും വേറെ വഴിയൊന്നുമില്ല, ഇനി ഒരു 3 കൊല്ലത്തേക്ക് എഴുതേണ്ട, 3 കൊല്ലം കഴിഞ്ഞ്. ഞാൻ ഇന്ന് രാത്രി ആത്മാവിൽ പറയാം, നീ ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞാൽ അടുത്ത മാസം പോയി എഴുതിക്കോ, സ്വർഗം നിനക്ക് വഴി തുറക്കും. എൻ്റെ കാരണം എന്താണെന്നറിയാമോ? ഞാൻ പറഞ്ഞ ഈ വാക്കല്ല, നിൻ്റെ സീസൺ ദൈവം മാറ്റിക്കളയും. യേശുവിൻ്റെ നാമത്തിൽ ഈ രാത്രി സ്വർഗം എന്നോട് പറഞ്ഞു വിട്ട പ്രധാന വാക്കിതാണ്. ഈ രാത്രി യോഗത്തിൽ വരുന്ന ചില ആളുകളുടെ സീസൺ ദൈവം മാറ്റും. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രി സ്വർഗം അത് ചെയ്യട്ടെ. ആത്മാവിൻ്റെ ശക്തിയോടെ പരിശുദ്ധാത്മാവ് ഈ രാത്രി അത് ചെയ്യാൻ തുടങ്ങട്ടെ. സീസൺ ദൈവം മാറ്റും. അത് മാറ്റുന്നത് ആത്മീകം വരുന്നതോടുകൂടെയാണ്. മാനസാന്തരത്തിൻ്റെ വാതിലിലൂടെ ദൈവത്തിങ്കിലേക്ക് തിരിയുമ്പോൾ അവരുടെ ജീവിതത്തിൻ്റെ സീസൺ ദൈവം മാറ്റും. നിങ്ങൾ ആത്മീക ചരിത്രം പരിശോധിച്ചു. ഞങ്ങളുടെയൊക്കെ കൂടെ 10-15 വർഷമായിട്ട് ജീവിതത്തിൽ ഗതി കിട്ടത്തില്ലെന്ന് പറഞ്ഞ് വീട്ടുകാർ തള്ളിക്കളഞ്ഞ്, സ്തോത്രം, എന്തൊക്കെ ചെയ്താലും പൊട്ടി, ലക്ഷങ്ങൾ കടം വന്ന് തകർന്ന ആത്മഹത്യക്ക് പലവട്ടം ശ്രമിച്ചിട്ട് അതിലും പരാജയപ്പെട്ട ആളുകളിൽ പലരും ഇന്ന് രാത്രി ഞങ്ങളുടെ കൂടെ ഇവിടെ ഇരിക്കുന്നുണ്ട്. കൂടെ വന്നാൽ കാണിച്ചു തരാം. അവരെ കൊണ്ടുപോയി ദുർഗുണ ബാലശാലയെ കൊണ്ടുപോയി പഠിപ്പിച്ച് പുറത്ത് കൊണ്ടുവന്ന് ജീവിതം എന്താണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കുറേ കാശും കൊടുത്ത് പുതിയൊരു കച്ചവടത്തിന് ഇറക്കിയപ്പോഴല്ല ഇന്നിരിക്കുന്ന പോലെ നല്ല വസ്ത്രം ധരിച്ച് ഇവിടെ ഇരിക്കാൻ തുടങ്ങിയത്. എങ്ങനെയാണെന്ന് അവർക്ക് ദൈവത്തിന്റെ വചനം പറഞ്ഞു കൊടുത്തപ്പോൾ ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞു. ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞപ്പോൾ ഒരു കാലത്തും രക്ഷപ്പെടുത്തുന്ന വിചാരിച്ച പല ആളുകളുടെ സീസൺ മാറി. സ്വർഗത്തിലെ ദൈവം അവരെ സീസൺ മാറ്റിയെടുത്തു. അവരുടെ ജീവിതത്തിൽ തലമുറകൾ അനുഗ്രഹിക്കപ്പെട്ടു, വഴികൾ തുറന്നു. അവരുടെ നന്മകൾ, സ്തോത്രം, ചെറിയ ബിസിനസ് ആണെങ്കിൽ പോലും ദൈവം ഉയർത്താൻ തുടങ്ങി. ഈ രാത്രി ഞാൻ ചുമ്മാ പറയുകയല്ല, ഉറപ്പിച്ചു പറയുന്നു, സീസൺ മാറണോ? എന്നിട്ട് വേറെ വഴിയില്ല. എൻ്റെ തന്നുവിട്ടിരിക്കുന്ന ദൂതിനകത്ത് വേറെ ബൈപ്പാസുകളില്ല. സ്വർഗം എന്നോട് തറപ്പിച്ച് പറയാൻ പറഞ്ഞു, നിനക്കെല്ലാം ഉണ്ട്, പക്ഷേ ദൈവത്തിങ്കിലേക്ക് തിരിയാൻ തയ്യാറായാൽ നിലവാരം മാറും. നിലവാരം ദൈവത്തിങ്കിലേക്ക് തിരിയുക എന്ന് പറയുന്നത് വേദപുസ്തകത്തിലെ പ്രമാദമായൊരു വിഷയമാണ്. ഏറ്റവും ശക്തമായൊരു വാക്യം വെളിപ്പാട് 1:14 വായിക്കണമെന്നില്ല. അവിടെ യോഹന്നാൻ പത്മോസിൽ കിടക്കുക, എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ട്, സ്തോത്രം, ആ വലിയ തുരുത്തിനകത്ത്, സ്തോത്രം, ഇനി ഒരിക്കലും ജീവിതത്തിലേക്ക് മടങ്ങി വരവുണ്ടാകത്തില്ലെന്ന് പ്രതീക്ഷിച്ച് കിടക്കുന്ന പത്മോസിൻ്റെ ഏകാന്ത തുരുത്തിൽ കിടക്കുമ്പോൾ ഒരു കർത്തൃദിവസം, സ്തോത്രം, താൻ ആത്മാവിൽ ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കിയിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അവൻ്റെ പിന്നിലൊരു നാദം കേട്ടു. 14-ാമത്തെ വാക്യം പറയുന്നത് ഇങ്ങനെയാണ്: എന്നോട് സംസാരിച്ച നാദം എന്തെന്ന് കാൺമാൻ ഞാൻ തിരിഞ്ഞപ്പോൾ. പിന്നെ താഴെ എഴുതിയിരിക്കുന്ന വാക്കുകൾ സപ്തം മഹിമ വർണ്ണനയോടുകൂടെ കാൽവരി ക്രൂശിലേക്ക് കൊണ്ടുപോയ കർത്താവായ യേശുവിനെ തലമുതൽ പാദം വരെ ആപാദ ചൂടം അടിച്ചു പൊട്ടിച്ച് മുൾക്കിരീടം ചൂടി പുറമെല്ലാം ഒഴിവുചാല് പോലെ കീറപ്പെട്ട് കണ്ണിൻ്റെ കൃഷ്ണമണി പോലും മുള്ളുകളുടെ ഇടയിലൂടെ കോർത്ത് താഴേക്ക് വന്ന് കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് വിരൂപനാക്കപ്പെട്ട മശിഹാ തമ്പുരാൻ യോഹന്നാൻ മാറോട് ചേർന്നിരുന്ന അവൻ്റെ അരിമനാഥൻ, സ്തോത്രം, മാറത്ത് പൊൻകച്ച കെട്ടിയവനായി, ഉലയിൽ ചുട്ടുപഴിപ്പിച്ച വെള്ളോടിന് സദൃശ്യമായ കാൽപാദമുള്ളവനായി, സ്തോത്ര, അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവനായി, ഹിമത്തേക്കാൾ വെളുത്ത തലമുടിയുള്ളവനായി, പെരുവെള്ളത്തിനൊത്ത ശബ്ദമുള്ളവനായി, 7 നിലവിളക്കുകളുടെ നടുവിൽ 7 നക്ഷത്രങ്ങളെ വലങ്കയിൽ പിടിച്ചുകൊണ്ട് മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ ഇപ്പോൾ എന്റെ കയ്യിലാണ് യോഹന്നാനെ എന്ന് പറഞ്ഞ് പത്മോസിന്റെ ഏകാന്തതയിൽ ഇറങ്ങി വന്ന് യേശുവിനെ കണ്ടത് എപ്പോഴാണെന്നറിയാമോ? അവൻ കേട്ട ശബ്ദം എന്താണെന്നറിയാൻ തിരിഞ്ഞപ്പോൾ. ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ പറയാം, 100 വട്ടം പുറകിൽ നിന്ന് പ്രവാചകന്മാരും ദൈവമക്കളും നിനക്ക് ഒരു വിടുതലുണ്ട്, നിനക്കൊരു ജീവിതമുണ്ട് എന്ന ശബ്ദം നീ കേട്ടാലും നീ കേട്ട ശബ്ദത്തിങ്കിലേക്ക് തിരിയാത്തിടത്തോളം കാലം നീ അവനെ കാണിയല്ല.
എന്നാൽ ഇന്ന് രാത്രി തിരിച്ചു പറയാം, ഈ രാത്രി ഒരു നല്ല ദൈവശബ്ദം കേൾക്കുക. നിന്റെ കാലം, നിന്റെ കുടുംബത്തിന്റെ കാലം മാറാൻ പോകുക. നിന്റെ സ്വന്തം കുടുംബക്കാർ നിന്റെ ജീവിതത്തിലോ നിന്റെ സന്തതിയുടെ ജീവിതത്തിലോ ഒരു ശുഭകാലം ഇനി ഉണ്ടാകത്തില്ല എന്ന് അവർ പറഞ്ഞു വെച്ചിരിക്കുന്ന നിലവാരത്തിന് ഇന്ന് രാത്രി ദൈവം പാടെ മാറ്റം വരുത്താൻ പദ്ധതിയിട്ടിട്ട് ഈ പന്തല് കെട്ടി ദൈവമക്കളോട് ആള് വന്നാലും ഇല്ലെങ്കിലും യോഗം വെക്കാൻ പറഞ്ഞത്. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ജനങ്ങളിൽ പലരും തിരിഞ്ഞു നിൽക്കുമ്പോൾ ഇവിടെ വന്നവരോട് സ്വർഗം പറയുന്നു, നിന്റെ സീസൺ ഇന്ന് രാത്രി ഞാൻ മാറ്റിയെടുക്കാൻ തയ്യാറാണ്. അതിന് നിന്റെ ഭാഗത്ത് നിന്നുണ്ടാകേണ്ടത് നീ ഒന്ന് തിരിയാൻ തയ്യാറാകണം. എങ്ങോട്ട് തിരിയണം? നീ കേട്ട ശബ്ദത്തെങ്കിലേക്ക് തിരിയണം. സ്തോത്രം. അങ്ങോട്ട് തിരിയാൻ യോഹന്നാൻ തയ്യാറായതുകൊണ്ടാണ് പത്മോസിൽ നിന്ന് യോഹന്നാന് കർത്താവിൻ്റെ സാന്നിധ്യത്തിലേക്ക് എടുത്തുകൊള്ളപ്പെടുകയും ഈ വെളിപ്പാട് പുസ്തകത്തിൻ്റെ ആത്മീക മർമ്മങ്ങൾ വെളിപ്പെടുകയും തിരിച്ച് പത്മോസിൽ നിന്ന് വീണ്ടും തന്നെ എവിടെ നിന്ന് നാട് കടത്തിയോ അവിടേക്ക് മടങ്ങിയെത്താൻ വഴിയുണ്ടായതിൻ്റെ ഏക കാരണം കേട്ടതിനോട് പ്രതികരിച്ചു. കേട്ടോ? സ്തോത്രം. ഹല്ലേലൂയ. ആ ശബ്ദത്തോട് താൻ തിരിയാൻ തയ്യാറായപ്പോൾ ഇനിയൊരു ജീവിതമില്ലെന്ന് പറഞ്ഞെടുത്തുനിന്ന് ദൈവം അവനെ പൊക്കിയെടുത്തു. ഇന്ന് ഏകദേശം 90 വയസ്സ് പ്രായമുള്ള ആ വയസ്സനായിരിക്കുന്ന മനുഷ്യൻ ചോരയും നീരും വറ്റി ഇനി ജീവിതത്തിൽ അപ്പുറത്തേക്ക് ഒന്നുമില്ല, ചെയ്യാവുന്നതിൻ്റെ പരമാവധി ദൈവം ഉപയോഗിച്ചു. ഇനി ആ മനുഷ്യനെ തിരിച്ചു വിട്ടാലും ദൈവത്തിന് നഷ്ടമൊന്നുമില്ല, അത്രയ്ക്ക് ദൈവം ഉപയോഗിച്ചു. ആ മനുഷ്യൻ ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞപ്പോൾ വീണ്ടും അവനെ നാട് കടത്തിയവിടുത്ത് മടക്കി വരുത്തി. അവൻ ജീവിച്ചിരിക്കുന്നു എന്ന് തെളിയിച്ചിട്ടാ തിരിച്ചു വിളിച്ചതെങ്കിൽ ഇന്ന് രാത്രിക്കാലം യൗവനം മാറാത്ത സഹോദര, യൗവനം മാറാത്ത സഹോദരി, ഈ രാത്രിക്കാലം ബോധം അറിയാത്ത പ്രിയപ്പെട്ടവരെ, സർവശക്തൻ ഈ രാത്രി പറയുന്നു, നീ ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞാൽ നിന്റെ ജീവിതത്തിന്റെ സുവർണ കാലം, നഷ്ടപ്പെട്ട കാലം, കുടുംബത്തിന്റെ നന്മയുടെ കാലം അത് മടക്കി തരാൻ ഈ ഞാൻ പ്രസംഗിക്കുന്ന ദൈവം വിശ്വസ്തനാണ്. സ്തോത്രം ചെയ്യുന്ന ഈ രാത്രികാലം ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ഈ രാത്രി പറയുന്നു, ആ കാലത്ത്, ഏത് കാലത്ത്? സ്തോത്രം. നീണ്ട 8-9 വർഷമായി പൗലോസ് മുഖാന്തരൻ, അതിന്റെ ഒറിജിനൽ പശ്ചാത്തലം ഞാൻ പറയാം. പൗലോസ് മുഖാന്തരൻ ദൈവസഭയ്ക്കകത്ത് ആത്മീകത്തിന്റെ മുന്നേറ്റങ്ങൾ ഒതുക്കപ്പെട്ട് ഒരു തീവ്രവാദിയെ പോലെ ദൈവസഭയ്ക്ക് വിരോധമായി അടരാടിയ മനുഷ്യൻ മാനസാന്തരപ്പെട്ടു. അത് കഴിഞ്ഞതോടുകൂടി സഭയ്ക്ക് ഒരു വലിയ ഉണർവുണ്ടായി. ആ ഉണർവ് വന്നതോടുകൂടെ ദേശത്ത് ഭയങ്കര സീസൺ മാറി. സ്തോത്രം. പൊട്ടാതെ കിടന്ന പൊട്ടുകെട്ടുകൾ പൊട്ടാൻ തുടങ്ങി, ചലിക്കാതെ കിടന്ന രോഗികൾ സൗഖ്യമാകാൻ തുടങ്ങി, മരിച്ച വിഷയങ്ങൾ ഉയർക്കാൻ തുടങ്ങി, 8 വർഷമായി സ്റ്റില്ലായി നിന്ന വിഷയങ്ങൾക്ക് ജീവൻ തുടിക്കാൻ തുടങ്ങി. ഇന്ന് രാത്രി സ്വർഗം നമ്മോട് പറയുന്നു, വർഷങ്ങൾ പഴക്കമുള്ള വിഷയങ്ങളെ ആത്മീകം കൊണ്ട് ചലിപ്പിക്കാൻ. സ്വർഗം ചിലരെ വെല്ലുവിളിക്കുന്ന ഈ രാത്രികാലം, നിനക്ക് ജനത്തിന് നടുവിൽ ഇറങ്ങി വരാമോ? നിനക്ക് കർത്താവിന്റെ നാമത്തെ മുറുകെ പിടിക്കാമോ? നിന്റെ പരിമിതിയുടെ വരകൾ ഇന്ന് രാത്രി മായ്ച്ചു കളയാമോ? നിന്റെ ബുദ്ധിയുടെ പ്രമാണത്തെ കളഞ്ഞിട്ട് ആത്മീകനാകാമോ? ഇന്ന് രാത്രി ആത്മാവിനെ കൂട്ടുപിടിക്കാമോ? നിനക്ക് ഈ രാത്രികാലം ദൈവത്തിന്റെ കൃപ അനുഭവിക്കാമോ? ഏതെങ്കിലും ഒരു പേരിലോ ലേബലിലോ അല്ല, ആത്മീയത്തിലേക്ക് വരാമോ? ഹല്ലേലൂയ. ഏത് കാലമാണെന്ന് മനസ്സിലാകുന്നു? സ്തോത്രം. ആത്മീകം കയറി വന്ന കാലം, കുടുംബത്തിലേക്ക് ആത്മീകം കയറി വന്ന കാലത്ത് നിന്റെ കുടുംബത്തിനകത്ത് മരണം കയറി വന്നോട്ടെ, നമുക്കതിനെ തോൽപ്പിച്ച് ജയിച്ച് എഴുന്നേറ്റ് പോരാം. മനസ്സിലാകുന്നു? ഹല്ലേലൂയ. ആത്മീകം ഉണ്ടായാൽ പിന്നെ മരണമൊന്നും കയറി വരത്തില്ലെന്നില്ല, വരാം. പക്ഷെ നമ്മുടെ ബലം എന്താണെന്നറിയാമോ? വരട്ടെ, ഞാൻ അവനെ ആത്മീയം കൊണ്ട് തോൽപ്പിച്ചോളാം. യേശുവിൻ നാമത്തിൽ ഇന്ന് രാത്രി നിന്റെ വീട്ടിലേക്ക് ഇന്ന് രാത്രി ഞാൻ പ്രവചിച്ചു പറയുന്നു, ഏപ്രിൽ മാസത്തിലെ ഈ അനുഗ്രഹീതമായിരിക്കുന്ന 8-ാം തീയതി രാത്രി ആത്മാവിൽ ഞാൻ പറയുമ്പോൾ നിന്റെ വീട്ടിലേക്ക് ഇന്നു മുതൽ കയറി വരുന്ന ശാപമൂല കാരണ വിഷയങ്ങൾ ഇനി നിന്റെ വീട്ടിൽ വേര് പിടിക്കില്ല. കാരണം എന്താ? അതിനെ വേര് പിടിപ്പിക്കാത്ത മറ്റൊരു സീസൺ ഇവിടെ സംജാതമാകുകയോ.
സ്തോത്രം. ദൈവദാസന്മാരോട് സാംബാസ്ലെ പ്രസാദ് ബാസ്ലെ സഭയുടെ സീസൺ ദൈവം മാറ്റുകയാ. ഇത് കൂടെ കൂടെ വരുമ്പോൾ ഉപദേശിമാർ പറയുന്നൊരു വാക്കല്ല. നിങ്ങളുടെ കണ്ണുനീരിന് കരച്ചിലിന് പകരമായി ഈ തെക്കേ മലയുടെ സീസൺ ദൈവം മാറ്റുകയാ. ഇനി അവന്റെ വിത്ത് ഇവിടെ വിളയത്തില്ല. വഴിയെ പോകുന്നവർ തലകുലുക്കി പറഞ്ഞു, ഇനി ഇതിനകത്ത് ഒരു മുള പോലും പൊട്ടില്ല മോനെ എന്ന ഈ വഴിയിലൂടെ വണ്ടി നിറച്ച് ഈ കൂട്ടായ്മയെ കുറിച്ച് അറിയാവുന്ന പലരും പറഞ്ഞോണ്ട് പോയി. ഒതുങ്ങിപ്പോയി, പൊട്ടിപ്പോയി, കാലം കഴിഞ്ഞു, അതിന്റെ സീസൺ കഴിഞ്ഞു, ഇനി മുരടിച്ചു നിൽക്കത്തുള്ളൂ എന്ന് പറഞ്ഞ പിശാചിന്റെ വാക്കുകളെ ഈ രാത്രി വചനം കൊണ്ട് ഖണ്ഡിച്ചോണ്ട് പരിശുദ്ധാത്മാവിൽ നിങ്ങൾക്ക് വേണ്ടി വാള് പിടിച്ചോണ്ട് ഞാൻ പറയുന്നു, ദൈവം സീസൺ മടക്കി വരുത്തുകയാ. ചലഞ്ച് ചെയ്തോണ്ട് പറ, സീസൺ മാറിയാൽ, ഒരാത്മീക സീസൺ മാറിയാൽ, രോഗം വന്നാൽ സൗഖ്യമായിക്കോളും, മരണം വന്നാൽ തോറ്റോളും. ദൈവത്തിന്റെ കൃപയുടെ വ്യാപാരം ഇന്ന് രാത്രി അതിനു വേണ്ടി ജയമായി മാറുകയാ. എൻ്റെ അവസാന മിനിറ്റുകളിലേക്ക് വരുമ്പോൾ ഞാൻ ഇന്ന് രാത്രി ചോദിക്കുന്നു, മുരടിച്ച ഒരു സീസണിൽ കടന്നുകൊണ്ട് ചുമ്മാ ഞാൻ സ്നേഹിച്ചുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരുടെ കണ്ണുകളിലേക്ക് നോക്കി ചോദിക്കട്ടെ, സ്തോത്രം, വെറും പഴമ്പ ചുരുട്ടി വെച്ചിരിക്കുന്ന പോലെ ഏതെങ്കിലും കാര്യങ്ങളിൽ മൂലയിൽ ചാരിയിരുന്ന് സമയം കളഞ്ഞ് ജീവിതം അവസാനിപ്പിക്കണോ, അതെയോ ആത്മീകത്തിലേക്ക് വന്ന് സീസൺ മാറ്റി നിന്റെ കണ്ണടയുന്നതിനേക്കാൾ മുമ്പ് നിന്നെ പരാജയപ്പെടുത്തിയ ശത്രുവിനെ നീ തോൽപ്പിച്ചിട്ട് മരണത്തെ പോലും പൊട്ടിച്ചിട്ട് ഇനി ചലിക്കത്തില്ലെന്ന് പറഞ്ഞ 8 വർഷം പഴക്കമുള്ള പഴങ്കഥകളെ ജീവൻ തുടിപ്പിക്കുന്ന വിഷയമാക്കി മാറ്റിയിട്ട് നിന്റെ പുരുഷത്വം തെളിയിക്കണോ? ഇതിലേത് വേണമെന്ന് രാത്രി ഇതിനകത്തിരുന്ന് സ്തോത്രം പറയുന്ന കൂടെ ആത്മാവിൽ ചിന്തിക്കുക. ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്, ഞാൻ ഇന്ന് രാത്രി ആഹ്വാനം ചെയ്യുന്ന സഭ മാറാനല്ല, ആത്മീകം മാറുമ്പോൾ നീ പലതും മാറേണ്ടി വരും. കുളിച്ചു കഴിയുമ്പോൾ വെറ്റായ സ്തോത്രം പഴയ വസ്ത്രം മാറേണ്ടി വരുന്നുവെന്ന് നിന്റെ മനസാക്ഷിക്ക് ബോധ്യമാകുന്നത് പോലെ ആത്മീകം വന്നു കഴിയുമ്പോൾ ചെളി പറ്റിയ പഴയ ജീവിതം, പഴയ കൂട്ടുകെട്ട്, പഴയ നിലവാരം അത് മാറണമെന്ന് ആരും പറയാതെ നിനക്ക് തോന്നുന്നു. കാരണമെന്ന് ആത്മീകം വന്നാൽ ഒരുമാതിരി രാവിലെ മുതൽ വൈകുന്നേരം വരെ സ്തോത്രം ഹല്ലേലൂയ. നമ്മൾ നേരം കിട്ടിയില്ല, കുളിക്കാൻ നേരം കിട്ടിയില്ല, ഒരുങ്ങാൻ നേരം കിട്ടിയില്ല, ഒത്തിരി ബിസി. ഇന്നലെ 8 വസ്ത്രം ധരിച്ചുകൊണ്ട് കിടന്നത്, രാവിലെ അതുകൊണ്ട് എഴുന്നേറ്റത്, രാവിലെ മുതൽ ഭയങ്കര പരിപാടിയായിരുന്നു. സ്തോത്രം ഹല്ലേലൂയ. അങ്ങനെ ഉച്ചയ്ക്ക് 3 മണിക്കൊന്ന് ഫ്രീ ആയി, 3 മണിക്ക് കയറി കുളിച്ചു. കുളിച്ചു കഴിയുമ്പോൾ ഒരുമാതിരി ബോധമുള്ള മലയാളിയാണെങ്കിൽ ഇന്നലെ മുതലിട്ട് വേർപ്പും ചെളിയും പിടിച്ച വസ്ത്രം മാറണമെന്ന് സുബോധമുള്ളവന് തോന്നും. ഇരിപ്പ് കണ്ടിട്ട് തോന്നില്ലെന്ന് തോന്നുന്നു, മലയാളിയാണെങ്കിൽ തോന്നും. ഇതുപോലെ ആത്മീകം മാറുമ്പോൾ ആരും പറയാതെ തന്നെ തോന്നും, പഴയത് പോരാ, കുറച്ചുകൂടെ തീ പിടിച്ചത് വേണം, കുറച്ചുകൂടെ വചനം വേണം, കുറച്ചുകൂടെ ആരാധന വേണം, കുറച്ചുകൂടെ ദൈവശക്തി വേണം എന്ന് തോന്നണമെങ്കിൽ ആത്മീകം മാറണം. ആത്മീകം മാറാത്തിടത്തോളം കാലം ഏത് പഴന്തുണി പൊതിച്ച് കടന്നാലും നമുക്ക് നോ പ്രോബ്ലം. സ്തോത്രം. ഈ രാത്രി ഞാൻ പച്ചയ്ക്ക് പറയുന്നു, ആത്മീകം മാറിയാൽ ആരും പറയണ്ട, തന്നെ തോന്നും. പഴയ നിലവാരം പോരാ, തീ പിടിക്കുന്ന ആരാധന വേണം. ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കണമെന്ന് തോന്നാൻ തുടങ്ങണമെങ്കിൽ ആത്മീകത്തിൻ്റെ നിലവാരത്തിന് മാറ്റം വരണം. സ്തോത്രം. ഞാൻ പറഞ്ഞ് ചുരുക്കം ഭാഗത്തേക്ക് വരട്ടെ. ദൈവത്തിങ്കിലേക്ക് തിരിയുമ്പോൾ ആശ്വാസകാലങ്ങൾ വരും. അതിന് പ്രത്യേകിച്ച് ഇനി 6 മാസമോ 6 കൊല്ലമൊന്നും കഴിയണ്ട. വീട് മുറി മാറ്റി പിടിക്കണ്ട, വാതിൽ പറിച്ച് വേറെ സ്ഥലത്തേക്ക് മാറ്റി നടണ്ട, കുത്തിയ കിണറി നീ മൂടണ്ട. ഇതൊക്കെ അവിടെ കിടക്കട്ടെ. മാനസാന്തരപ്പെട്ട് ദൈവത്തിങ്കിലേക്ക് തിരിയുമ്പോൾ നിൻ്റെ കുടുംബത്തിൻ്റെ സീസൺ ദൈവം മാറ്റിത്തരും. ജീസസ്.
ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ 31-ാമത്തെ വാക്യത്തിനകത്ത് അവർ ആത്മീക വർധന പ്രാപിച്ചു, കർത്താവിനോടുള്ള ഭക്തിയിലും പരിശുദ്ധാത്മാവിൻ്റെ പ്രബോധനത്തിലും നടന്നും പെരുകിയും കൊണ്ടിരുന്നു. 3-4 കൂട്ടം കാര്യങ്ങളാണ് ഇനിയുള്ളത്, വിശദീകരിക്കാൻ പറ്റിയല്ല, നിർത്തുകയാണ്. ആത്മീകം വർദ്ധിച്ചു, അവർ പരിശുദ്ധാത്മാവിനോട് ചേർന്ന് നടന്നു. ആ വാക്ക് കേട്ടോ, സ്തോത്രം. പരിശുദ്ധാത്മാവിൻ്റെ പ്രബോധനത്തിൽ നടന്നു, കർത്താവിനെ ഭക്തിയോടെ കണ്ടു. ഇത്രയും കാര്യങ്ങൾ ചെയ്തപ്പോഴേക്കും 8 വർഷമായി പ്രാർത്ഥിച്ചിട്ട് സൗഖ്യമാക്കാത്ത വിഷയം യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമായി. അപ്രതീക്ഷിതമായി വീട്ടിലേക്ക് കയറി വന്ന മരണം, കുറച്ച് നേരത്തേക്കൊക്കെ വെള്ള പുതപ്പിച്ച് അവന്മാരെല്ലാം കൂടി കൈയും കാലും ഇട്ടിരുന്നുള്ള സത്യമാണ്. പക്ഷെ അങ്ങനെ സെമിത്തേരി കൊണ്ടുവന്ന ദൈവം സമ്മതിച്ചില്ല. കാരണം സീസൺ മാറി കിടക്കുക. യേശുവിൻ നാമത്തിൽ ഇന്ന് രാത്രി തിരിച്ചു പിടിക്കാൻ മനസ്സുണ്ടെങ്കിൽ ഒരുങ്ങിക്കോ. സ്വർഗം പറയുന്നു ഇന്ന് രാത്രി തിരിച്ചു പിടിക്കാൻ മനസ്സുണ്ടെങ്കിൽ ഒരുങ്ങിക്കോ. സ്വത്രം പൊതിഞ്ഞു കെട്ടി തീർന്നു എന്ന് പറഞ്ഞ വിഷയത്തെ ഇന്ന് രാത്രി ആ പുതപ്പ് മാറ്റി കയ്യെ പിടിച്ച് എഴുന്നേൽക്കാൻ പറയും. നിനക്കൊരു ജീവിതമുണ്ടെന്ന്, നിനക്കൊരു മഹത്വമുണ്ടെന്ന്, മഹിമയുണ്ടെന്ന് ആത്മാവ് പറയും. രക്തത്താല ജയം, 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 രക്തത്താല ജയം. യേശുവിൻ്റെ നാമത്തിൽ സീസൺ ഇന്ന് രാത്രികാലം സ്വർഗം മാറ്റിത്തരട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവൃത്തി ദൈവാത്മാവിന് ഇന്ന് രാത്രി ദൈവം ചെയ്യട്ടെ. ആ കാലത്ത് ഞാനിങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കാം. നിൻ്റെ ജീവിതത്തിൻ്റെ ആത്മീകം കയറി വന്ന കാലത്ത് നിൻ്റെ കുടുംബത്തിന് നേരെ ശത്രു തീപ്പന്തമയക്കട്ടെ, ആത്മീകം കൊണ്ടതിനെ തോൽപ്പിക്കാം. നിൻ്റെ കുടുംബത്തിന് നേരെ നിരന്നിരുന്ന് ദുഷ്ടശക്തികൾ ആഭിചാരം ചെയ്യട്ടെ, ആത്മീകം വന്ന കാലത്താണെങ്കിൽ ഒന്നും ഏക്കുകയില്ല. സ്തോത്രം, ഹല്ലേലൂയ. എത്ര നീചമായ പോരാട്ടങ്ങൾ എത്ര തീവ്രമായി നേരിട്ടാലും സ്വർഗം ഈ രാത്രി പറയുന്നു ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടും. വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് ഒരുമിച്ച് ഒരു നിമിഷം എഴുന്നേറ്റ് നിൽക്കാം. ഒരു വാക്ക് പ്രാർത്ഥിക്കാൻ പോവുക. ഞാൻ ആത്മാർത്ഥമായി ചോദിക്കട്ടെ, സീസൺ മാറണമെന്ന് നിങ്ങൾക്ക് എത്ര പേർക്ക് തോന്നുന്നുണ്ട്? അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായം അതുപോലെ എൻ്റെ ജീവിതത്തിൽ, എൻ്റെ കുടുംബത്തിൽ, എൻ്റെ മക്കളിൽ, എൻ്റെ ചർച്ചിൽ നടക്കണമെന്ന്. ഈ 9-ാം അധ്യായത്തിൻ്റെ താക്കോൽ വാക്യം 31-ാം വാക്യമാണ്. സ്തോത്രം. അത് നടന്നാൽ ബാക്കിയെല്ലാം നടക്കും. ആത്മീകമുണ്ടായാൽ ഏത് മുടിക്കാൻ നടന്നവനും മാനസാന്തരപ്പെടും. സഭയ്ക്ക് ആത്മീകം വന്നാൽ, സഭ പരിശുദ്ധാത്മാവിനോട് ഒത്താശ കൂടി നിന്നാൽ, ഇന്നലെ വരെയും ഇതിനെതിരെ ബോംബ് വെക്കാൻ നടന്നവൻ നിന്റെ കൂടെ കർത്തൃമേശ എടുക്കാൻ വരും. യേശുവിൻ നാമത്തിൽ സംഭവിക്കട്ടെ, പരിശുദ്ധാത്മാവിൽ സംഭവിക്കട്ടെ. സ്വർഗം ഇന്ന് രാത്രി നാട്ടിൽ തെളിയിക്കട്ടെ. ആരും അറിയാതെ ഇരുട്ടിന്റെ മറവിലൂടെ നിനക്കും നിന്റെ കുടുംബത്തിനും നിന്റെ കൂട്ടായ്മയ്ക്കും വിരോധമായി അണ്ടർഗ്രൗണ്ടിൽ ഭയങ്കര വൻപൻ സ്തോത്രം മൈനുകൾ സ്ഥാപിച്ച് പൊളിച്ചു കളയാൻ വേണ്ടി വർഷങ്ങളായി ഞാൻ ആത്മാവിൽ പറയുന്നു, ചില പരിജ്ഞാനത്തിൽ പറയുന്ന കാര്യം. സ്തോത്രം. ഭൂമിക്കടിയിൽ മൈനുകൾ സ്ഥാപിച്ചതുപോലെ അന്ധകാര ശക്തികളെ കൂട്ടുപിടിച്ച് പൊളിച്ചു കളയാൻ, വേരുപിടിക്കാതിരിക്കാൻ ദുഷ്ടവ്യാപാരങ്ങളെ കൂട്ടുപിടിച്ച് തകർത്തു വാരിയ ചില വൻപൻ കോട്ടകൾക്കകത്ത് നിന്ന് സ്വർഗം പൗലോസിനെ കൊണ്ടുവന്നതുപോലെ ചിലരെ നിന്റെ കൂടെ കർത്തൃമേശ എടുക്കാൻ എന്താ അങ്ങനെ പറയാൻ കാരണം? ചോരയും നീരും വറ്റുമ്പോൾ വീൽ ചെയറിനകത്ത് സ്വത്രം അസ്ഥി ഒടിയുമ്പോൾ യോഗത്തിന്റെ പുറകിൽ രോഗശാന്തിക്ക് വേണ്ടി വരുന്നവരുടെ ഗണത്തിലല്ല. ഈ സീസണിൽ നിന്റെ കൂടെ ഇരുന്ന് കർത്തൃമേശ എടുക്കാൻ അതിന് സ്വർഗം ചിലരെ കണ്ടുവച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് രാത്രി ദൈവാത്മാവ് 2 തലത്തിൽ ദൂത് പറയുന്നു. സഭ ഒരുങ്ങിക്കോ, പരിശുദ്ധാത്മാവിന്റെ കൂടെ നിൽക്കാൻ, ആത്മീകം വർദ്ധിക്കാൻ. ലക്ഷ്യം അതായിരിക്കും. 2017 ബാക്കി ഓരോ മാസത്തില് 1 ലക്ഷ്യമുള്ളൂ, ആത്മീകം വർദ്ധിക്കാൻ. ഉപവാസം വെച്ചാൽ, കോട്ടേജ് മീറ്റിംഗ് വെച്ചാൽ, സ്വത്രം ഓരോ ഞായറാഴ്ച അനൗൺസ് ചെയ്യണം. കോട്ടേജ് മീറ്റിംഗ് വെക്കുന്നത് പപ്സും ചായയും കുടിച്ചിട്ട് പോരാനല്ല. നിങ്ങൾ ഈ സഭയിലെ ആളുകളാണ് നാട്ടുകാരെ കാണിക്കാനുമല്ല. ആ കുടുംബത്തിന്റെ ആത്മീകം വർദ്ധിക്കണം,
സ്തോത്രം, ഹല്ലേലൂയ. വെള്ളിയാഴ്ച യോഗമുണ്ടെങ്കിൽ ഞായറാഴ്ച സഭ കൂടി വരുന്നെങ്കിൽ ഞായറാഴ്ച തമ്മിൽ പിരിയുമ്പോൾ കൈകൊടുത്ത് പറഞ്ഞിട്ട് പോകണം, അടുത്ത ഞായറാഴ്ച നമ്മൾ ഒരുമിച്ച് വരും. അത് വേറൊന്നിനും അല്ല, ആത്മീക വർധനവിന്. ഞായറാഴ്ച ആയതുകൊണ്ട് വണ്ടി കയറി ആരും വരണമെന്നില്ല. ഇതിൽ വന്ന് പെട്ടുപോയത് കൊണ്ട് ഇവിടെ വന്ന് കൈയടിക്കണമെന്നില്ല. നീ കരമടിക്കുന്നെങ്കിൽ ആത്മീകം വർദ്ധിക്കാൻ, അന്യഭാഷ പറയുന്നെങ്കിൽ സ്തോത്രം ആത്മീകം വർദ്ധിക്കാൻ, എഴുന്നേറ്റ് നിൽക്കുമ്പോൾ പാട്ട് പാടുമ്പോൾ നൃത്തം ചെയ്യുന്നെങ്കിൽ ആത്മീകം വർദ്ധിക്കാൻ, വേദപുസ്തകം വായിക്കുന്നെങ്കിൽ പേടി കിട്ടാതിരിക്കാനല്ല, ആത്മീകം വർദ്ധിക്കാൻ. തിരിച്ചുപിടി. എല്ലാ പാപചങ്ങലകളും ആത്മീകത്തിന്റെ മുമ്പിൽ മുട്ടുകുത്താം. ഓ ജീസസ്, അല്ലയോ യുവാവേ, ചെറുപ്പക്കാരാ, നിനക്ക് പറിച്ചു കളയാൻ കഴിയാത്ത ചില രഹസ്യ ജീവിതത്തിലെ പോരുകൾ ആത്മീകത്തിന് മുമ്പിൽ നീ പറയാതെ അടർന്നു വീഴും. ഓ പരിശുദ്ധ ആത്മാവേ, വ്യാപരിക്കട്ടെ ജനത്തിന്റെ മേൽ, എന്റെ മേൽ, എന്റെ കൂട്ടു സഹോദരങ്ങളുടെ മേൽ. ഞങ്ങൾ ഈ രാത്രി കാഴ്ചപ്പാട് മാറ്റുന്നു. ആത്മീകം വർദ്ധിക്കാൻ ഞങ്ങൾ പ്രസംഗിക്കുന്നെങ്കിൽ ഒറ്റ ലക്ഷ്യമുള്ളൂ, സഭയുടെ ആത്മീകം വർദ്ധിക്കണം. എങ്കിലേ സീസൺ മാറുകയുള്ളൂ. ഞാൻ ഇങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോവാ. 2017 ഏപ്രിൽ മാസത്തിലേക്ക് കയറിയുള്ളൂ. മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, ഇത്രയും മാസങ്ങളെ എന്തോ ഒരു പ്രേരണയിൽ ഞാൻ നിങ്ങളോട് മുറുകെ പിടിക്കാൻ പറയുക. ഈ മാസങ്ങൾക്കുള്ളിൽ നിങ്ങൾ 4 യോഗത്തിൽ പോയാന്നല്ല, നിങ്ങൾ എന്ത് വില കൊടുത്ത് മുട്ടയിലിരുന്ന് കരഞ്ഞ ദൈവത്തോട് പറയണം, എൻ്റെ ആത്മീകം കുറച്ച് വർദ്ധിപ്പിച്ചു തരണം, എന്നെ ഒരു ആത്മീകനാക്കണം. ഞാൻ ക്രിസ്ത്യാനിയാ, ദൈവവേദന, പാട്ടുപാടുന്നവനാ, പ്രാർത്ഥിക്കുന്നവനാ, ദൂഷ്യവശങ്ങളൊന്നും എൻ്റെ ഇല്ല. അതൊന്നും ആത്മീകന്റെ ഏകവും പ്രാധാന്യമായ ലക്ഷണമല്ല. ആത്മീകമെന്ന് പറയുന്നത് ഈ ഭൂമിയിൽ നിന്ന് വരുന്നതല്ല ബ്രദറെ. അത് മണ്ണിൽ നിന്നെടുത്ത മനുഷ്യന്റെ അകത്തേക്ക് സ്വർഗത്തിൽ നയിക്കുന്ന മറ്റൊരു പാക്കേജാണ്. അത് കിട്ടുന്നത് ദൈവ സാന്നിധ്യത്തിൽ നിന്ന്. അതെനിക്ക് വേണമെന്ന് രാത്രി ഒരു അപ്പൻ വിങ്ങിപ്പൊട്ടി കരഞ്ഞാൽ, അപ്പ അതിന്റെ കുറവ് ഞങ്ങളെ ഒത്തിരി ബാധിച്ചിട്ടുണ്ട്, എന്നെ ബാധിച്ചിട്ടുണ്ട്. ഞങ്ങൾ തുറന്നു പറയുന്നു, ഞങ്ങൾ ഈ പലരെയും ബാധിച്ചിട്ടുണ്ട്. രാത്രി ഞങ്ങൾ ക്ഷമ ചോദിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു, ഞങ്ങളുടെ ആത്മീകം വർദ്ധിക്കണം. ആത്മീകം വർദ്ധിച്ച സീസണിൽ യോപ്പയിലെ സഭയിൽ മരണം നടന്നു. ദൈവം അവളെ ഉയർപ്പിച്ചു. ലുദ്ദയുടെ സഭയിൽ 8 വർഷം ചലിക്കാതെ കിടന്ന വിഷയം സീസൺ മാറിയ ദിവസം ദൈവം കെട്ടുപൊട്ടിച്ചു. ഇനിയൊരു ജീവിതമില്ല, ഇനിയൊരു ഭാവിയില്ല എന്ന് പറഞ്ഞ വിഷയത്തിന്റെ മേൽ ദൈവം ചലിക്കും. ആത്മീകം വർദ്ധിച്ചാൽ കണ്ണുകൾ അടച്ച് സ്വർഗത്തിലേക്ക് നോക്ക്, ദൈവത്തോട് ആഴമായി പ്രാർത്ഥിക്കുക. 1 മിനിറ്റ് ഞാൻ നിങ്ങളോട് വീണ്ടും ചോദിക്കുന്നു, ഒരു ധ്യാനത്തിന് വേണ്ടി കർത്താവിലേക്ക് കണ്ണുയർത്തിക്കൊണ്ട് പറ, അപ്പച്ച മറ്റൊന്നും വേണ്ട, ഈ ആത്മീകം കൊണ്ട് ഞാൻ ജയിച്ചോളാം, എനിക്കത് തന്നാ മതി. ഒരു ആയുധം തരുന്നത് പോലെയത്. എത്ര പേർക്ക് പ്രാഗൽഭ്യം ഇന്ന് രാത്രിയുണ്ട്? ഒരുപാട് കാര്യങ്ങൾ നടക്കാനുണ്ട്. ഒരപ്പൻ എന്ന സ്ഥാനത്ത്, ഒരു യൗവനക്കാരനായ ജീവിതത്തെക്കുറിച്ച് ഉത്തരവാദിത്വമുള്ള മനുഷ്യന്റെ സ്ഥാനത്ത്, 2 കുഞ്ഞുങ്ങളുടെ അമ്മ എന്ന സ്ഥാനത്ത് ഒത്തിരി കാര്യങ്ങൾ കടപ്പാട് നിർവഹിക്കാനുണ്ട്. ഈ കാര്യത്തിൽ ഞാൻ ബലഹീനനാ, ആര് സഹായിക്കുമെന്നറിയില്ല എന്ന് പറഞ്ഞതിനകത്ത് വന്ന പ്രിയരെ, സ്വർഗം പറയുന്നു, ആരുമില്ലെങ്കിലും ആത്മീകം കൊണ്ട് ജയിക്കാം. 1000കണക്കിന് ആളുകൾ ജയിച്ചു കഴിഞ്ഞു. നീ അതറിയാതെ പോകരുത്. ഉടഞ്ഞ് കരഞ്ഞോണ്ട് പറ, ആത്മീകം തന്നാ മതി, ഞാൻ ജീവിച്ചോളാം. ആത്മീകം തന്നാ മതി, ഞാൻ ജയിച്ചോളാം. കെട്ടുകൾ പൊട്ടിക്കോളും എന്ന് വിശ്വസിക്കുന്നവർ സ്വർഗത്തിലേക്ക് നോക്ക്. കർത്താവേ, ഈ കണ്ണുനീര് നീ കാണുന്നല്ലോ. ആ 9-ാം അധ്യായത്തിലെ സീസൺ ഇവിടെ കരയുന്നവരിലേക്ക് വരട്ടെ, സഭയിലേക്ക് വരട്ടെ, ദൈവമക്കളിലേക്ക് വരട്ടെ, ഇവരുടെ മേൽ ഇറങ്ങട്ടെ.
സ്വർഗം അങ്ങനെ ചെയ്യുന്നതിനായി നന്ദി കർത്താവേ. ആ സീസണിലേക്ക് ഞങ്ങൾ കയറി വരുന്നു. ഒരുമിച്ച് ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്ക്. സ്വർഗത്തിലേക്ക് കരങ്ങൾ നീട്ടി ഏൽപ്പിച്ച് പ്രാർത്ഥിക്ക്. ആ കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുക. ദൈവമേ, എല്ലാവരും കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി. ഈ 2017 എന്റെ സീസണാ, എന്റെ ആത്മീയത്തിലെ സീസണാ. ഞാൻ ദൈവകൃപയിൽ വളരുന്ന സീസണാ, ദൈവത്തോട് ഒന്നുകൂടി അടുക്കുന്ന സീസണാ. ഇന്ന് രാത്രി എത്ര പേർക്ക് കർത്താവിന്റെ മുഖത്തേക്ക് നോക്കി പറയാൻ പറ്റും, കർത്താവേ ഞാൻ ദൈവത്തിങ്കിലേക്ക് ഒന്നുകൂടി അടുക്കുന്ന ദിവസമാ. ഏപ്രിൽ മാസം 8-ാം തീയതി ഇന്ന് രാത്രി കേട്ട ദൈവത്തിന്റെ ആലോചനയ്ക്ക് മുമ്പാകെ, ദൈവ ശബ്ദത്തിന് മുമ്പാകെ എന്റെ ആത്മീയത്തിന് നിരക്കാത്തതല്ല ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ ദിവസമാ ഇന്ന് രാത്രിയിൽ. ഹല്ലേലൂയ. എനിക്ക് തിളങ്ങണോ, എനിക്ക് കർത്താവിന്റെ സന്നിധിയിൽ ശോഭിക്കണോ, എനിക്കൊരു ആത്മീയനായി ജീവിക്കണോ, ഒരു ദൈവത്തിന്റെ പൈതലായി മാറണമെന്ന് ഹൃദയം കൊണ്ട് ആഗ്രഹിക്കുന്നവരെല്ലാവരും നിങ്ങളുടെ 2 കരങ്ങൾ നിങ്ങളുടെ ശിരസിന് മേലൊന്ന് വെച്ചാണ്.